ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്ഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവെപ്പറ്റി പറയപ്പെട്ടാൽ ഹൃദയങ്ങൾ പേടിച്ച് നടുങ്ങുകയും. വിഷയം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കും. നഷ്ടപ്പെട്ടവർ എന്നതാണ് വിഷയത്തിന് കൊടുത്തിട്ടുള്ള ഹെഡിങ്. നഷ്ടം എന്താണ് എന്ന് നമ്മളെല്ലാവരും ആലോചിക്കേണ്ട ഒരു സംഗതിയാണ്. നഷ്ടപ്പെടാതെ, കഷ്ടപ്പെടാതെ രക്ഷപ്പെടാൻ വേണ്ടി പരിശ്രമിക്കേണ്ടവരാണ് നമ്മളെല്ലാവരും. അതിന് എന്താണ് വഴി, ഇപ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നിത്യാദി കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ഈ ജീവിതം അല്ലാഹു നമുക്ക് നൽകിയ ഒരനുഗ്രഹമാണ്. ഈ ജീവിതത്തെ ഒരനുഗ്രഹമായി നമ്മൾ കാണണം. ഒരുപാട് അനുഗ്രഹങ്ങൾ പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയിട്ടുണ്ട്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹം അല്ലാഹു നമുക്ക് നൽകിയ ഹിദായത്ത് തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ ഭൂമിയിൽ പടച്ച തമ്പുരാനെ അറിഞ്ഞുകൊണ്ട്, അവനെ വിശ്വസിച്ചുകൊണ്ട്, അവനെ അംഗീകരിച്ചുകൊണ്ടും ഉൾക്കൊണ്ടുകൊണ്ടും ഭയപ്പെട്ടുകൊണ്ടും ജീവിക്കാൻ കഴിഞ്ഞു എന്നത് നമ്മുടെ ജീവിതത്തിൽ പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, ഈ ഭൂമുഖത്ത് നമ്മൾ ജീവിക്കുകയാണ്. ജീവിക്കുവാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഒരുപാട് ത്യാഗങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്തെല്ലാം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ടാണ് ഓരോ ദിവസവും നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വിശ്വാസികൾ എന്ന നിലക്കാണ് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുന്നതും ആലോചിക്കുന്നതും. ഈ ദുന്യവിയായ ജീവിതം നമുക്കറിയാം, ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല നമ്മുടെ കാര്യങ്ങൾ. മറിച്ച് ഇതിന് ശേഷം ഒരു വലിയ ജീവിതം വരാനുണ്ട് എന്നും ആ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നതിന് വേണ്ടിയുള്ള ഒരിടത്താവളമാണ് ഭൗതിക ലോകത്തുള്ള ഈ ജീവിതമെന്നും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജീവിതം നമുക്ക് അനുകൂലമാക്കി മാറ്റി പാരത്രിക ലോകത്ത് വിജയം കൊയ്തെടുക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിലാണ് നമ്മളെല്ലാവരും ഏർപ്പെടേണ്ടത്. പക്ഷെ പലപ്പോഴും ആളുകൾ അശ്രദ്ധയിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ലക്ഷ്യബോധം മറന്നുകൊണ്ടാണ് മനുഷ്യർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നഷ്ടമാണ് അതിലൂടെ മനുഷ്യൻ സമ്പാദിക്കുന്നത്. വിജയം കൊയ്യേണ്ടതിന് പകരം പരാജയം സ്വന്തമാക്കിക്കൊണ്ടാണ് മനുഷ്യർ മുന്നോട്ട് പോകുന്നത്. അത്തരത്തിലുള്ള ആളുകളുടെ കൂടെ നമ്മളാകുവാൻ പാടില്ല. അശ്രദ്ധയിൽ നിന്ന് ഉണർന്ന് മനസ്സിനെ ഉണർത്തി വെച്ച് അല്ലാഹുവിലേക്ക് തിരിയുകയും ഈ ഭൗതിക ജീവിതത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് പടച്ച തമ്പുരാനിൽ നിന്ന് മഹത്തായ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും അങ്ങനെ അല്ലാഹുവിന്റെ കോടതിയിൽ ഹാജരാവുകയും ആ പ്രതിഫലങ്ങളും പടച്ച റബ്ബിന്റെ സംതൃപ്തിയും കരസ്ഥമാക്കിക്കൊണ്ട് വിശ്വാസികൾക്ക് പടച്ച തമ്പുരാൻ സജ്ജമാക്കി വെച്ചിട്ടുള്ള സ്വർഗലോകത്തിൽ പ്രവേശിക്കുവാൻ കഴിയുക എന്നതാണ് നമ്മുടെയൊക്കെ ജീവിതം കൊണ്ട് നാം ലക്ഷ്യമാക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ത് എന്ന ചോദ്യത്തിന് അവനുള്ള മറുപടി സ്വർഗമാണ് എന്നതാണ്. ഈ ഭൗതിക ലോകത്ത് എന്തെങ്കിലൊക്കെ ലഭിച്ചാൽ അത് അവൻ അതിൽ സംതൃപ്തനാകുന്നില്ല.
ഇവിടെ എന്ത് ലഭിച്ചാലും, ഇവിടെയുള്ള സ്ഥാനമാനങ്ങളോ സാമ്പത്തികമായ നേട്ടങ്ങളോ മറ്റ് എന്ത് തന്നെ ലഭിച്ചാലും അതൊന്നുമല്ല അവന്റെ മുഖ്യ വിഷയം. മറിച്ച് അതിലൂടെ അള്ളാഹുവിന്റെ സ്വർഗം കരസ്ഥമാക്കുക എന്നതാണ് മുഖ്യ ലക്ഷ്യം. അതിനാൽ ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കേണ്ടവരാണ് നമ്മൾ എല്ലാവരും. സ്വർഗത്തിന് വേണ്ടി നിത്യേന പ്രാർത്ഥിക്കേണ്ടവരാണ് നമ്മൾ എല്ലാവരും. അതിന്റെ വിപരീതമായ നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് നിത്യേന രക്ഷ തേടേണ്ടവരാണ് നമ്മൾ എല്ലാവരും. പക്ഷേ മനുഷ്യർ അശ്രദ്ധയിലാണ്. വളരെ ചെറിയ ഒരു സൂറത്ത് നമ്മളൊക്കെ കാണാതെ പഠിച്ചിട്ടുള്ള ഒരു സൂറത്തുണ്ടല്ലോ, വളരെ ചെറുത്. എല്ലാവർക്കും അതിന്റെ ആശയവും അതിന്റെ അർത്ഥവും വിശദീകരണവും ഒക്കെ അറിയാം. അൽഹാകുമുത് തകാസുർ, അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. പരസ്പരം പെരുമ നടിക്കൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. ദുരഭിമാനം നടിക്കുക എന്നത് നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. അത് എവിടം വരെയാണ് പോവുക? ഹത്താ സുർതുമുൽ മഖാബിർ, ഖബറിടങ്ങൾ സന്ദർശിക്കും വരെ. മരണം വരേക്കും മനുഷ്യൻ ഈ ഭൂമുഖത്ത് അങ്ങനെയാണ് ജീവിക്കുക. അവൻ ലക്ഷ്യബോധം മറന്നുകൊണ്ടാണ് ജീവിക്കുക. ഇന്നും സുഹൃത്തെ, നീ അശ്രദ്ധൻ തന്നെയോ? നീ നിന്റെ സ്വന്തം കാര്യമോർക്കുന്നില്ലയോ? നീ ഭൗതികത്തിൽ ആണ്ട് പൂണ്ടൊരു മോഹിയോ? നരകത്തെ സൃഷ്ടിച്ചെന്ന ബോധവുമില്ലയോ? ഇതാണ് മനുഷ്യന്റെ പ്രത്യേകത. മനുഷ്യന് വേണ്ടി പടച്ചതമ്പുരാൻ സ്വർഗവും നരകവും സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതേ, സ്വർഗം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. നമ്മൾ ആ സ്വർഗത്തിലേക്ക് പോകുവാൻ പണിയെടുക്കേണ്ടവരും അതിന് കടപ്പെട്ടവരുമാണ്. നരകവും പടച്ചതമ്പുരാൻ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തേണ്ടവരാണ് നമ്മൾ. വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ ആ വിഷയത്തിൽ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും താക്കീതുകളും നൽകുന്നുണ്ട്. കത്തിയാളുന്ന നരകാഗ്നിയെ കുറിച്ച് ഞാൻ നിങ്ങൾക്കിതാ താക്കീത് നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചതമ്പുരാൻ നരകത്തിന്റെ ഭയാനകതയും അതിന്റെ ഭീകരതയും അതിന്റെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ മുമ്പാകെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ വായിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ടോ നമ്മളിപ്പോഴും അശ്രദ്ധയിലാണ്. ഈ അശ്രദ്ധ നമ്മൾ തുടർന്നു കൊണ്ടുപോയാൽ നമ്മൾ നഷ്ടം വന്ന ആളുകളായി തീരും. നമ്മൾ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കുന്ന രൂപത്തിൽ നിഷ്കളങ്കമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ലെങ്കിൽ അവിടെയും നമ്മൾ നഷ്ടക്കാരായി മാറുമെന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദുനിയാവിന്റെ സൗകര്യങ്ങൾക്ക് വേണ്ടി, അതിന്റെ വിശാലതയ്ക്ക് വേണ്ടി, അതിന്റെ സുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുകയും ഓടുകയും ചെയ്യുകയാണ്. ഞാനും നിങ്ങളുമൊക്കെ ഓട്ടത്തിലാണ്. 24 മണിക്കൂറും തികയാത്ത രൂപത്തിലാണ് എന്റെയും നിങ്ങളുടെയും മുന്നോട്ടുള്ള പ്രയാണങ്ങൾ. ഒരു കാര്യവും ചെയ്തു തീർക്കാൻ സമയം പോരാ, സമയം മതിയാകുന്നില്ല എന്ന് എനിക്കും നിങ്ങൾക്കും പലപ്പോഴും പരാതികൾ ഉണ്ടാകാം. പക്ഷെ ഖുർആന്റെ ഭാഷയിൽ പടച്ചതമ്പുരാൻ ഈ ഭൗതിക ലോകത്തെ കുറിച്ച് നമ്മളെ അറിയിച്ചത് ഖുർആൻ ഇപ്രകാരം പറയുന്നുണ്ട്: യഅലമു അന്നമൽ ഹയാത്തുദ് ദുനിയ ലഅബുൻ വലഹുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറു ഫിൽ അംവാലി വൽ ഔലാദ്. യഅലമു, നിങ്ങൾ അറിയണം അന്നമൽ ഹയാത്തുദ് ദുനിയ, തീർച്ചയായിട്ടും ഭൗതിക ജീവിതം എന്ന് പറഞ്ഞാൽ ലഅബുൻ, കളിയാണ്, വലഹുൻ, വിനോദമാണ്, വസീനത്തുൻ, അലങ്കാരമാണ്, വതഫാഖുറുൻ ബൈനകും, നിങ്ങൾക്കിടയിലുള്ള പരസ്പരം ദുരഭിമാനം നടിക്കലാണ്, വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്, സന്താനങ്ങളിലും സമ്പത്തുക്കളിലുമുള്ള പെരുപ്പം നടിക്കലുമാണ് ഭൗതിക ജീവിതമെന്ന് പടച്ചതമ്പുരാൻ നമ്മളോട് പറയുന്നു. യഅലമു, നിങ്ങൾ അറിയണം, നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ദുനിയാവിന്റെ കാര്യങ്ങളെ കുറിച്ച് അല്ലാഹു തആല നമ്മളോട് പറഞ്ഞത്. ഇവിടത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ കളിയും വിനോദവും അലങ്കാരങ്ങളും പരസ്പരം ദുരഭിമാനം നടിക്കലും പരസ്പരം സന്താനങ്ങളും സമ്പത്തുക്കളും ഒക്കെ മറ്റുള്ള ആളുകളെക്കാൾ എനിക്ക് അധികമുണ്ട് എന്ന് നാട്യവും അങ്ങനെ ദുരഭിമാനം നടിക്കലുമൊക്കെയാണ് ഈ ദുനിയാവ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് പടച്ചതമ്പുരാൻ സൂചിപ്പിച്ചിട്ടുള്ളത്. വീണ്ടും ഖുർആൻ പറയുന്നു: സുയ്യിന ലിന്നാസി ഹുബ്ബുശ് ശഹവാതി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ വൽ ഖൈലിൽ മുസവ്വമതി വൽ അനാമി വൽ ഹർസ്
ذلك متاع الحياة الدنيا والله عنده حسن المآب قل أنبئكم بخير من ذلكم للذين اتقوا عند ربهم جنات تجري من تحتها الأنهار خالدين فيها وأزواج مطهرة ورضوان من الله والله بصير بالعباد. സൂറത്ത് ആലി ഇംറാനിൽ പടച്ചതമ്പുരാനെ കാര്യം വ്യക്തമാക്കുന്നത് സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാതി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫില്ല. ഇതാ മനുഷ്യർക്ക് അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു, മനുഷ്യർക്ക് അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു എന്ത്? ഹുബ്ബു ശഹവാത്ത്, ഇതാ ഇഷ്ടപ്പെടുക എന്ന്, സ്നേഹം, അതായത് ഇഷ്ടപ്പെട്ട വസ്തുക്കളോടുള്ള പ്രേമം, സ്നേഹം മനുഷ്യർക്ക് അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു. എന്താണവ? മിനൻ നിസാഇ, ഭാര്യമാർ, ഇണകളിൽ നിന്നും, വൽ ബനീന, സന്താനങ്ങൾ, വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫില്ല, കൂമ്പാരമായി കൂട്ടിയിട്ട സ്വർണ്ണങ്ങളും വെള്ളിയും, വൽ ഖൈലിൽ മുസവ്വമ, മേത്തരം കുതിരകൾ, വൽ അൻആമി, നാൽക്കാലി വർഗ്ഗങ്ങൾ, വൽ ഹർസ്, കൃഷിയിടം. ഇതെല്ലാം മനുഷ്യന് ഇതിനോടൊക്കെയാണ് പ്രേമം. എന്നാൽ ഇത് ദുനിയാവിലെ വിഭവങ്ങളാകുന്നു. ഈ പറഞ്ഞതൊക്കെ ദുനിയാവിലെ വിഭവങ്ങളാകുന്നു. വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്, അല്ലാഹുവിന്റെ അടുക്കലേക്കാണ് ഉത്തമമായ മടക്കം, സങ്കേതമുള്ളത് പടച്ചവന്റെ അടുക്കലാകുന്നു. എന്നിട്ട് ഖുർആൻ പറയുന്നു, ഖുൽ, പ്രവാചകരെ പറഞ്ഞേക്കുക, അഉനബ്ബിഉകും ബിഖൈരിൻ മിൻ ദാലികും, ഇതിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠമായത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ലില്ലദീന തഖൗ ഇൻദ റബ്ബിഹിം, ഇതാ സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് അവരുടെ രക്ഷിതാവിന്റെ അടുക്കൽ ഇതിനേക്കാളുമൊക്കെ മെച്ചപ്പെട്ട സംഗതി അറിയിക്കട്ടെയോ? എന്താണ്? ജന്നാത്തുൻ, അവർക്ക് തോട്ടങ്ങളുണ്ട്, അവർക്ക് തോട്ടങ്ങളുണ്ട്. എന്താണ് ആ തോട്ടങ്ങളുടെ പ്രത്യേകത? തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അതിന്റെ താഴ്ഭാഗത്ത് കൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന തോട്ടങ്ങളുണ്ട് അവർക്ക്. ഖാലിദീന ഫീഹാ, അവർ അതിൽ ശാശ്വതവാസികളായിരിക്കും. വഅസ്വാജും മുതഹ്ഹറ, പരിശുദ്ധരായ ഇണകളും ഉണ്ടായിരിക്കും. വരിളുവാനും മിനല്ലാഹ്, അല്ലാഹുവിങ്കൽ നിന്നുള്ള പ്രീതിയും അവർക്കുണ്ടായിരിക്കും. വല്ലാഹു ബസീറും ബിൽ ഇബാദ്, തീർച്ചയായിട്ടും പടച്ചതമ്പുരാൻ അവന്റെ ദാസന്മാരുടെ കാര്യങ്ങൾ കണ്ടറിയുന്നവനാകുന്നുവെന്ന് ഖുർആൻ പറഞ്ഞു. അപ്പൊ ഈ ഭൗതിക ലോകത്തിനെ സംബന്ധിച്ച് ഖുർആൻ നമുക്ക് നൽകുന്ന വീക്ഷണമാണിത്. ഇതാണ് ദുന്യവിയായ ജീവിതം എന്ന് പറഞ്ഞാൽ. ഇവിടെയുള്ള സംഗതികളൊക്കെ നിങ്ങൾക്ക് അലങ്കാരങ്ങളാണ്. ആ വസ്തുക്കളോടൊക്കെ, അതിനോടൊക്കെ നിങ്ങൾക്ക് പ്രേമമുണ്ട്. നിങ്ങളുടെ മനസ്സുകളിൽ അതിനോട് വല്ലാത്ത ആഗ്രഹങ്ങളും പ്രേമങ്ങളുമുണ്ട്. പക്ഷേ പടച്ചതമ്പുരാനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവർക്ക് ഇതിനേക്കാളും മെച്ചപ്പെട്ട ഒരു സംഗതിയുണ്ട്. എന്താണത്? ജന്നാത്തുൻ, അല്ലാഹുവിന്റെ അടുക്കൽ അവർക്ക് സ്വർഗ്ഗപ്പൂന്തോപ്പുകളുണ്ട്, തോട്ടങ്ങളുണ്ട്. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അതിന്റെ താഴ്ഭാഗത്ത് കൂടെ അരുവികൾ ഒഴുകുന്ന തോട്ടങ്ങളാണത്. പിന്നെയോ പരിശുദ്ധരായ ഇണകളുമുണ്ട് അവർക്ക്, അവർ അതിൽ ശാശ്വതവാസികളാണ് എന്ന് പടച്ചതമ്പുരാൻ പറഞ്ഞു. അപ്പോ ശാശ്വതമായ ജീവിതത്തിന് വേണ്ടി ഞാനും നിങ്ങളുമൊക്കെ നശ്വരമായ ഈ ജീവിതത്തിൽ പണിയെടുക്കേണ്ടവരാണ്. ഈ ജീവിതം പടച്ചതമ്പുരാൻ നമുക്ക് വെറുതെ നൽകിയതല്ല, ഈ ജീവിതം പെട്ടെന്നുണ്ടായതല്ല. അല്ലാഹു തആല കൃത്യമായി നമുക്കത് നൽകിയതാണ് ലക്ഷ്യത്തോടു കൂടെ. ആ ലക്ഷ്യം പടച്ചതമ്പുരാൻ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുവാൻ വേണ്ടി നമ്മളാൽ കഴിയുന്ന പരിശ്രമങ്ങൾ ചെയ്യാൻ ഞാനും നിങ്ങളും സന്നദ്ധമാകുന്നില്ലെങ്കിൽ, അതിനു വേണ്ടിയുള്ള ത്യാഗം സഹിക്കാൻ ഞാനും നിങ്ങളും സന്നദ്ധമാകുന്നില്ലെങ്കിൽ, അല്ലാഹുവിന്റെ ഖുർആനിലൂടെ നമുക്ക് സുവിശേഷം അറിയിക്കപ്പെട്ട ഈ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കാതെ പോകും എന്ന വിഷയം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പടച്ചതമ്പുരാന്റെ കോടതിയിൽ ഞാനും നിങ്ങളും ഹാജരാക്കപ്പെടുന്ന സമയത്ത് അവിടെയാണ് നഷ്ടം സംഭവിക്കുക. ദുനിയാവിലല്ല നഷ്ടം, ഇവിടെയല്ല നഷ്ടം, പരലോകത്താണ് നഷ്ടം. അവിടെ നഷ്ടപ്പെട്ടാൽ അത് നമുക്കൊരിക്കലും സഹിക്കാൻ കഴിയില്ല. ഇവിടെ ചിലപ്പോൾ സാമ്പത്തികമായ കുറവുണ്ടാകാം, ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാകാം, മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, സന്താനങ്ങളുടെ വിഷയത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകാം, നമ്മൾ താമസിക്കുന്ന പാർപ്പിടങ്ങളുടെ വിഷയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, നമ്മളുടെ ജോലിയുടെ വിഷയത്തിലൊക്കെ പ്രയാസങ്ങൾ സംഭവിക്കാം. ഇതൊന്നുമല്ല നഷ്ടം, മറിച്ച് ഇത് കഴിഞ്ഞ് നിങ്ങൾ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് പോകുമ്പോൾ അവിടെയാണ് നിങ്ങളെ കാത്തിരിക്കുന്ന നഷ്ടവും നിങ്ങളുടെ ലാഭവും. അതുകൊണ്ടൊരു മനുഷ്യന്റെ വിജയ പരാജയങ്ങൾ തീരുമാനിക്കുന്നത്
അവന്റെ മരണശേഷം അവന്റെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ പടച്ച തമ്പുരാന്റെ കോടതിയിലാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിജയികളുടെ കൂടെയാകാൻ നമ്മൾ പരിശ്രമിക്കുക. വിജയികളുടെ കൂടെയാകാൻ നമ്മൾ പരിശ്രമിക്കുക. നഷ്ടം സംഭവിക്കുന്ന ആളുകളുടെ കൂടെയാകരുത്. ഖുർആൻ ചോദിക്കുന്നുണ്ടല്ലോ, ഒരുപാട് അമലുകൾ ചെയ്ത് കൂട്ടിയിട്ട് അവസാനം അള്ളാഹുവിന്റെ കോടതിയിൽ എത്തിപ്പെടുമ്പോൾ ഒന്നുമില്ലാത്ത ആളുകളായി പോകുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു തരട്ടെയോ? ഒരുപാട് ചെയ്യും അവർ. അവര് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് അവരുടെ വിചാരം. പക്ഷേ അള്ളാഹുവിന്റെ കോടതിയിൽ എത്തുമ്പോൾ അവർക്കതൊന്നും ലഭിക്കാതെ പോകുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിന് കൃത്യമായ ലക്ഷ്യമുണ്ട്. പടച്ച തമ്പുരാന്റെ പ്രീതിയാണ് നമ്മൾ ലക്ഷ്യമാക്കേണ്ടത്. അള്ളാഹുവിന്റെ മഗ്ഫിറത്താണ് നമ്മുടെ ലക്ഷ്യം. അള്ളാഹുവിന്റെ സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ എത്രയാണ് പ്രയാസം അനുഭവിക്കുന്ന ഈ ദിവസങ്ങൾ ഓരോന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ. നമ്മളൊക്കെ കുടുംബമായി ജീവിക്കുന്ന ആളുകളാണല്ലോ. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഭാര്യമാർ, ഇനി ഭാര്യമാരാണെങ്കിൽ ഭർത്താക്കന്മാർ, നമ്മുടെ സന്താനങ്ങൾ, നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾ, നമ്മുടെ ആശ്രിതർ, ഇവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തെല്ലാം ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതൊക്കെ ദുനിയാവിന്റെ വിഷയത്തിലാണല്ലോ. ദുനിയാവിന്റെ വിഷയത്തിലല്ലേ? മക്കളെ വളർത്തണം, മക്കളെ നന്നാക്കി കൊണ്ടുവരേണ്ടതുണ്ട്. അത് മാതാപിതാക്കളുടെ ബാധ്യതയാണ്. മക്കൾ വഴിതെറ്റി പോകുവാൻ പാടില്ല. അതിനുള്ള സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടാക്കും നമ്മൾ വളവെച്ചു കൊടുക്കാൻ പാടില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ, നമ്മൾ അറിയേണ്ട ഒരുപാട് സംഗതികളുണ്ടല്ലോ. എന്താണ് ഓരോ ദിവസവും പത്രത്തിൽ നമ്മൾ വായിക്കുന്നത്? എന്താണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സംഗതികൾ? എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതികൾ? ഓരോ വിഷയത്തിലും നമ്മുടെ സന്താനങ്ങളുടെ വിഷയം ഒരു വലിയ പ്രശ്നമാണല്ലോ. ഗൾഫിൽ താമസിക്കുന്ന ആളുകൾ പറയുന്നു ഇവിടെയാണ് സുഖം. കാരണം എന്താ? നമ്മുടെ മക്കളുമായി നമ്മുടെ മുറിക്കുള്ളിൽ വളരെ സമാധാനത്തോടു കൂടി കഴിയാമല്ലോ. നാട്ടിലേക്ക് എങ്ങനെ മക്കളെ പറഞ്ഞയക്കും എന്നാണ് ഓരോ കുടുംബവും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം അത്രമാത്രം വേദനാജനകമായ സങ്കടകരമായ വർത്തമാനങ്ങളാണ് നാട്ടിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ള കുടുംബങ്ങളുടെ സമാധാനം എന്താ? കുറച്ചു നാളെങ്കിലും കുട്ടികളുടെ വിഷയത്തിൽ ഒരു സ്വസ്ഥതയുണ്ടല്ലോ, കുടുംബത്തിന്റെ വിഷയത്തിൽ ഒരു സ്വസ്ഥതയുണ്ടല്ലോ. പക്ഷേ ഇവിടെയും സ്വസ്ഥതകൾ നഷ്ടപ്പെട്ടു പോകുന്ന അന്തരീക്ഷങ്ങളിലേക്ക് നമ്മുടെ കുട്ടികൾ മാറിപ്പോകുന്നില്ലേ? അതിനു വേണ്ടിയുള്ള ഒരുപാട് ഉപകരണങ്ങൾ, ആധുനിക ഒരുപാട് മീഡിയകളും ഒരുപാട് ഉപകരണങ്ങളും ഒക്കെ അത്തരം സംഗതികളിലേക്ക്, ആ രൂപത്തിലുള്ള നഷ്ടങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നില്ലേ? നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന മൊബൈൽ ഫോണുകൾ, നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന ലാപ്ടോപ്പുകൾ, നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന ടാബുകൾ, നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന ഗെയിം പ്ലെയറുകൾ, അങ്ങനെ ഓരോ നമ്മൾ ചിന്തിച്ചു നോക്കുക. ഇതൊക്കെ ദുനിയാവിന്റെ സൗകര്യങ്ങൾക്കും അലങ്കാരങ്ങൾക്കും ആസ്വാദനങ്ങൾക്കും വേണ്ടിയാണ്. പടച്ച തമ്പുരാന്റെ മാർഗത്തിലല്ലല്ലോ. ഉദാഹരണമായി ഒരു ക്ലാസ് ഉണ്ട്, അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ വേണ്ടി വരണം. 1 മണിക്കൂർ നിങ്ങൾ ചിലവഴിക്കൂ. 24 മണിക്കൂർ ഒരു ദിവസമുണ്ട്, ഒരു ആഴ്ച 7 ദിവസമുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം 1 മണിക്കൂർ നിങ്ങൾ വരുമെന്ന് പറഞ്ഞാൽ എനിക്കവിടെ പ്രശ്നമുണ്ട്, എനിക്കിവിടെ പ്രശ്നമുണ്ട്, ആകെ ബിസിയാണ്, ആകപ്പാടെ തിരക്കാൻ. കുട്ടികളുടെ വിഷയം, ആ വിഷയം, ഈ വിഷയമൊക്കെ പറഞ്ഞുകൊണ്ട്, ദുനിയവിയായ ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട്, ദീനിന്റെ വിഷയങ്ങൾ, പ്രതിഫലം കിട്ടുന്ന വിഷയങ്ങൾ, ദീൻ മനസ്സിലാക്കേണ്ട വിഷയങ്ങൾ, നമ്മുടെ ഈമാന് ചാർജ് കൊടുക്കാൻ കഴിയുന്ന ഇത്തരം രംഗങ്ങളിൽ നിന്നൊക്കെ നമ്മൾ തെന്നി മാറിപ്പോകാറില്ലേ? അനുഭവിക്കും നമ്മൾ പടച്ചവന്റെ കോടതിയിൽ. ഇങ്ങനെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും. ഇതുപോലെ സൗകര്യങ്ങളും ഇതുപോലെ സാഹചര്യങ്ങളും ഇതുപോലെ രംഗങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ട് ആ വിളിക്ക് വിളി കേൾക്കാതെ നമ്മൾ പിന്നോട്ട് പോവുകയാണെങ്കിൽ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ പ്രയാസപ്പെടേണ്ടി വരും. മാത്രമല്ല നമ്മുടെ കുടുംബം, നമ്മുടെ കുട്ടികൾ, നേരാമണ്ണം ആ കുട്ടികളെ ശ്രദ്ധിക്കുകയും അവരെ മര്യാദയ്ക്ക് വളർത്തിക്കൊണ്ടുപോകാൻ തയ്യാറല്ലെങ്കിൽ അവിടെയും നമ്മൾ കൈകടിക്കേണ്ടി വരും. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. നമ്മളൊക്കെ വിചാരിക്കുന്നത് എന്താ? നമ്മുടെ കൂടെ നമ്മുടെ കുടുംബം, നമ്മുടെ ഭാര്യ സന്താനങ്ങൾ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കണമെന്നാണ്. അതാണ് വിശ്വാസി ചിന്തിക്കേണ്ടത്. ഖുർആൻ പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാര. വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ കുടുംബത്തെയും നരകത്തെ തൊട്ട് കാത്തു സൂക്ഷിക്കണേ. നിങ്ങളെ മാത്രമല്ല, സ്വന്തം കാര്യമല്ല, മറ്റുള്ള ആളുകളുടെ വിഷയങ്ങൾ കൂടി ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികൾ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ ബന്ധപ്പെട്ട ആളുകൾ, നമ്മളെ ആശ്രിതരായി കഴിഞ്ഞുകൂടുന്ന ആളുകൾ, ആ കുടുംബത്തിന്റെ വിഷയം നിങ്ങളും രക്ഷപ്പെടണം, നിങ്ങളുടെ കുടുംബവും രക്ഷപ്പെടണം. അതുകൊണ്ട് ആ കുടുംബത്തിന്റെ വിഷയം, കുട്ടികളുടെ വിഷയം ശ്രദ്ധിക്കണം, കുടുംബത്തിന്റെ വിഷയം ശ്രദ്ധിക്കണം. പടച്ച റബ്ബിന്റെ കോടതിയിൽ അള്ളാഹുവിന്റെ അടുക്കൽ വെച്ച് നമ്മളോട് ആ ബാധ്യതകളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും
എന്നിട്ട് അത് പറഞ്ഞല്ല നിർത്തിയില്ല. വഖൂദുഹന്നാസു വൽ ഹിജാറ, അതിലെ ഇന്ധനം മനുഷ്യരും കല്ലുകളുമാണ്. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഖ്സൂനല്ലാഹ മാ അമറഹും, ആ നരകത്തിന് കാവൽക്കാരായി കഠിനഹൃദയരായ മലക്കുകളുണ്ട്. അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് എതിര് പ്രവർത്തിക്കാത്ത, ലവലേശം എതിര് പ്രവർത്തിക്കാത്ത, വയഫ്അലൂന മാ യുഅമറൂൻ, കൽപ്പിക്കപ്പെട്ട സംഗതികൾ അപ്പാടെ പ്രവർത്തിക്കുന്ന മല്ലരായ മലക്കുകൾ ആ നരകത്തിന് കാവലുണ്ട്. അങ്ങനെയുള്ള ആ നരകത്തിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്നത് പടച്ച റബ്ബിന്റെ കൽപ്പനയല്ലേ? നിങ്ങളെ രക്ഷപ്പെടുത്തുക, വാഹുലീക്കും, നിങ്ങളുടെ കുടുംബത്തെയും എന്നത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ആ കൽപ്പനകൾ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ടവരെ, ഈ ദുന്യവിയായ ജീവിതത്തിൽ വെച്ചാണ് നമ്മൾ നടപ്പിലാക്കേണ്ടത്. നമ്മൾ രക്ഷപ്പെടണം, നമ്മുടെ കുടുംബം രക്ഷപ്പെടണം. അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ എല്ലാവരും സ്വർഗത്തിലേക്ക് പോകണം. ഈ ദുനിയാവിലെ ജീവിതത്തിനെ കുറിച്ച് ഖുർആൻ എന്ത് പറഞ്ഞു? വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് വഞ്ചനയുടെ വിഭവമാണ്. വഞ്ചനയുടെ ചരക്കാൻ കണ്ണഞ്ചിക്കുന്ന ഒരുപാട് സംഗതികൾ, ആനന്ദത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ, നമ്മളെ മതിമറപ്പിക്കുന്ന ഒരുപാട് രംഗങ്ങൾ, ഇതൊക്കെയുണ്ട്. പക്ഷേ ഒരു വിശ്വാസിനി നേരാമണ്ണം ചിന്തിച്ച് ഇതല്ല ജീവിതമെന്നും ഇതിന്റെ അപ്പുറത്തൊരു ജീവിതം വരാനുണ്ടെന്നും അതാണ് മഹത്തായ ജീവിതമെന്നും അതാണ് വിജയമെന്നും അതിനുവേണ്ടിയാണ് ഞാൻ ഈ ലോകത്തേക്ക് വന്നതെന്നും ഈ ഉള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ സുഖങ്ങളും അതിനുവേണ്ടിയാണ് ഞാൻ ഉപയോഗപ്പെടുത്തേണ്ടതെന്നും അത് ത്യജിക്കുമ്പോൾ അവിടെ കിട്ടണമെന്നുള്ള ചിന്തയോടുകൂടി ഈ ദുനിയാവിൽ ജീവിക്കുന്നില്ലെങ്കിൽ ഖസിറ ദുനിയാ വൽ ആഖിറ, ഈ ലോകവും പരലോകവും നഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ ആയി പോകും നമ്മൾ. സഹോദരങ്ങളെ, ഇവിടെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പരിമിതികളുണ്ട്, ഒരുപാട് പ്രതിസന്ധികളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്നതും ഇതൊക്കെ സഹിക്കുന്നതും ഒക്കെ ഇൻഷാ അല്ലാഹ് നാളെ ഒരു പരിഹാരമുണ്ടാകും. പടച്ച റബ്ബിന്റെ കോടതിയിൽ ഇതിന് പകരമായി ഒന്ന് കിട്ടുമല്ലോ എന്ന ചിന്തയുള്ളത് കൊണ്ടല്ലേ. അവിടെ അത് കിട്ടാതെ പോയാലുള്ള അവസ്ഥയെ ആലോചിച്ച് നോക്കൂ. ഇവിടെയും ഒന്നുമില്ലാതെ പോകുന്നു, അവിടെയും ഒന്നുമില്ലാതെ പോകുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, കൃത്യമായി മനസ്സിലാക്കുക, ഈ ജീവിതം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോകണം. പലപ്പോഴും ആളുകൾ ചിന്തിക്കാറുള്ളത്, നല്ലൊരു ജോലി കിട്ടിയാൽ എത്ര ഉണ്ട് മോനെ ശമ്പളം? ഒരു 5000 ഉണ്ട്, നീ രക്ഷപ്പെട്ടാ, നീ രക്ഷപ്പെട്ടു. തായ്ലൻഡ് ലോട്ടറി അടിച്ചാൽ അവൻ രക്ഷപ്പെട്ടു, അന്ന് പൈസ കിട്ടിയല്ലോ, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ ഓരോ സംഗതികളും. ഒരു കല്യാണം കഴിച്ച് എന്തെങ്കിലും ഒന്ന് വാങ്ങിയാൽ അവൻ രക്ഷപ്പെട്ടു, നല്ല ചെറുക്കനാ, അവന് കാറും കിട്ടി, കിലോ കണക്കിന് സ്വർണവും കിട്ടി, പോരാത്തിന് ഫ്ലാറ്റും കിട്ടി, രക്ഷപ്പെട്ടു. ഇങ്ങനെ ഓരോന്നും രക്ഷപ്പാടിന്റെ ലക്ഷണങ്ങളാണ് ഈ പറയുന്നത്. ഇതൊക്കെ കട്ടപ്പാടിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നതെങ്കിലോ എവിടെയാണ് രക്ഷ? ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടു എന്ന് പറയണമെങ്കിൽ അവൻ നല്ല മരണം വരിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അവൻ രക്ഷപ്പെട്ടു എന്ന് പറയാം. ഈ ദുനിയാവിൽ എവിടം വരെ രക്ഷപ്പെടും? എവിടെയാണ് രക്ഷ? എവിടെയാണ് രക്ഷയുടെ മാർഗം? അള്ളാഹുവിന്റെ മതത്തിലേക്ക് വരികയും പടച്ചതമ്പുരാന്റെ കൽപ്പനകൾ കൃത്യമായി മനസ്സിലാക്കുകയും ആ വഴിയിലൂടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ എവിടെയാണ് രക്ഷ? ഒരു വീടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടോ? ഒരു ജോലി ഉണ്ടെങ്കിൽ സുരക്ഷിതമായോ? ഇല്ല. അതൊക്കെ താൽക്കാലികമാണ്, അതൊക്കെ താൽക്കാലികമാണെന്ന് മനസ്സിലാക്കണം. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ. സന്താനങ്ങളും സമ്പത്തുക്കളും ഒക്കെ ഈ ദുനിയാവിന്റെ അലങ്കാരങ്ങളാണ്. വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറു അമല. സൂറത്തുൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ചയും ഓതുന്നതല്ലേ? അൽമാലു വൽ ബനൂൻ, സന്താനങ്ങളും സമ്പത്തുക്കളും സീനത്തുൽ ഹയാത്തിദ് ദുനിയാ, ഈ ഐഹിക ജീവിതത്തിലെ അലങ്കാരങ്ങളാണ്. അലങ്കാരങ്ങളാണ്. നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ, നിങ്ങൾക്ക് ഈ ജീവിതം മടുപ്പുളവാകാതിരിക്കാൻ നിങ്ങൾക്കുള്ള അലങ്കാരങ്ങളാണ് ഈ കാണുന്നതെല്ലാം. പക്ഷേ വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമല. നിങ്ങൾക്ക് രക്ഷിതാവിന്റെ അടുക്കൽ ഉത്തമമായ പ്രതിഫലമുള്ളത് ബാക്കിയാകുന്ന സൽക്കർമ്മങ്ങൾ, പ്രതിഫലങ്ങൾ അള്ളാഹുവിന്റെ അടുക്കലേക്കാണ്, അവിടെയാണുള്ളത്. അത് ലഭിച്ചാൽ സഹോദരങ്ങളെ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കണം. അതിനാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ അവൻ ഈ ജീവിതത്തിന്റെ എല്ലാമാണെന്ന് മനസ്സിലാക്കി വെച്ച സമ്പത്തിന്റെ വിഷയത്തിൽ അവന്റെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞു, യഖൂലുൽ അബ്ദു മാലി മാലി.
ഒരു അടിമ പറയുന്നു എന്റെ സമ്പത്തെ, എന്റെ സമ്പത്തെ. ശരിയാണല്ലോ, എന്റെ സമ്പത്തെ, എന്റെ സമ്പത്തെ. അത് നമുക്ക് ഇങ്ങനെ പറയാം, എന്റേത് എന്റേത് എന്നാൽ നമ്മൾ എണ്ണി നോക്കുമ്പോൾ ഒരുപാടുണ്ടാകും. ഒരുപാട് ഈ ദുനിയാവിൽ എന്റേത് എന്റേത് എന്ന് പറയാൻ ഒരുപാടുണ്ടാകും. മാലി മാലി, എന്റെ സമ്പത്തെ, എന്റെ സമ്പത്തെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഇന്ന മാലഹു മിൻ മാലിഹി തലാസുൻ, അവന്റെ സമ്പത്തിൽ അവനുള്ളത് 3 സംഗതികളാണ്. അവന്റെ സമ്പത്തിൽ അവന് സ്വന്തം എന്ന് പറയാൻ 3 സംഗതികൾ മാത്രമേ ഉള്ളൂ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ 3 കാര്യങ്ങൾ വ്യക്തമായി പറയുന്നു. മാ അകല ഫഅഫ്നാ, അവൻ തിന്നു തീർത്തത് അവന്റെ സ്വന്തമാണ്. തിന്നു തീർത്തത് അവന്റെ സ്വന്തമാണ്. അവൻ ധരിച്ചു ദ്രവിച്ചത് അവന്റെ സ്വന്തമാണ്. ധരിച്ച് ദ്രവിച്ച വസ്ത്രം അവന്റേതാണ്. അല്ലെങ്കിലോ അവൻ കൊടുത്ത് ശേഖരിച്ച് സൂക്ഷിച്ചത്, അവൻ കൊടുത്ത് ശേഖരിച്ചത് അവന്റെ സ്വന്തമാണ്. ഇത് 3മല്ലാത്തവ ഇത് 3മല്ലാത്ത മറ്റുള്ളതെല്ലാം അവൻ ഒഴിവാക്കിക്കൊണ്ടു പോകും. മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ഒഴിവാക്കിയിട്ട് അവൻ പോകുന്നു. അവൻ്റെത് വേറൊന്നുമില്ല. അപ്പൊ ഇവിടെ ജീവിക്കുമ്പോ നമ്മൾ എന്നുമ്പോഴോ ഒരുപാടുണ്ട്. എന്റെ ജോലി, എന്റെ ശമ്പളം, എന്റെ ബാങ്ക് ബാലൻസ്, എന്റെ പറമ്പ്, എന്റെ കെട്ടിടം, എന്റെ വീട്, എന്റെ കൃഷിയിടം, എന്റെ ഭാര്യ, എന്റെ മക്കൾ, എന്റെ അക്കൗണ്ട്, ഒരുപാടുണ്ടോ? എന്റെ എന്നാൽ ഒരുപാടുണ്ടാകും. പക്ഷെ ഈ എണ്ണിയതൊന്നും നമ്മുടേതല്ല. ഈ എണ്ണിയതൊന്നും നമ്മുടേതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് സ്വന്തം എന്ന് പറയാൻ എന്തുണ്ട് ഈ ദുനിയാവിൽ? 3 സംഗതികളല്ലാതെ ആഹരിച്ചു കഴിഞ്ഞത് നിന്റേതാ. ഈ തൊണ്ടക്കുഴിയിൽ നിന്ന് ആമാശയത്തിലേക്ക് ഇറങ്ങിപ്പോയ ഭക്ഷണം അത് വേറെ ഒരാളും ചോദിച്ചു വരില്ല. അങ്ങനെ ഒരാൾക്കും കൊടുക്കാനും കഴിയില്ല. അത് ചോദിച്ചാല് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത സാധനം കഴിയില്ല. അത് നിന്റേതാ. നിന്റെ ആമാശയത്തിലേക്ക് ഇറങ്ങിപ്പോയ ഭക്ഷണമുണ്ടല്ലോ, അത് നിന്റെ സ്വന്തമാണ്. അത് വേറെ ഒരാൾക്കില്ല, കൊടുക്കാൻ കഴിയില്ല. നീ ധരിച്ച് ദ്രവിച്ചു പോയ വസ്ത്രം, ഉരുമ്പിപ്പോയത്, അത് വേറെ ഒരാൾ ഉപയോഗിക്കില്ല. അത് നുരുമ്പിപ്പോയി, നിനക്ക് അത് നിന്റേതാ. കീഴിക്കിടക്കുന്ന തുണി എടുത്തിട്ട് ഇതാരെ ചോദിച്ചാൽ അത് ഇന്നയാളുടെ എന്ന് പറയാം. അത് ആർക്കും വേണ്ടവിടെ. നിന്റെ സ്വന്തമാണത്. നിന്റെ പേരിൽ അറിയപ്പെടും ആ സംഗതി. പിന്നെയോ, ജീവിച്ചിരിക്കുമ്പോൾ പടച്ചതമ്പുരാന്റെ പ്രീതിക്ക് വേണ്ടി നീ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹ് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് നിന്റെതാണ്. അത് വേറൊരാൾ അവകാശപ്പെട്ടു വരില്ല. നീ അമലുകൾ ചെയ്തു, സൽക്കർമ്മങ്ങൾ ചെയ്തു, അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട്, അവന്റെ പൊരുത്തത്തിന് വേണ്ടി, അവന്റെ സ്വർഗത്തിന് വേണ്ടി, നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടി ഒരുപാട് നീ ചെയ്തു കൂട്ടിയെങ്കിൽ അതൊക്കെ റബ്ബ് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതാരും അവകാശികളായി വരില്ല. 5 നേരവും നമസ്കരിക്കുന്ന ഒരു പിതാവ് മരണപ്പെട്ടതിന് ശേഷം 5 മക്കളുള്ള ആ മനുഷ്യൻ പരലോകത്ത് 5 മക്കളും ഹാജരായിട്ട്, പടച്ചവനെ, ദുനിയാവിൽ ഞങ്ങളുടെ വാപ്പ ഒഴിവാക്കി പോയതെല്ലാം ഞങ്ങൾ വീതം വെച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ലോകത്ത് ഞങ്ങളുടെ പിതാവിന്റെ 5 വക്ത് നമസ്കാരത്തിന്റെ ഓരോ വക്തിന്റെയും പ്രതിഫലം ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. ഞങ്ങൾ 5 മക്കളുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ വേല ചെയ്തവനാണ് കൂലി, പണിയെടുക്കാത്തവന് കൂലിയില്ല. അതാരും വീതം വെച്ചുകൊണ്ട് പോകില്ല. അത് അവനവൻ സ്വന്തമാണ്. അപ്പൊ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ രക്ഷപ്പെടാൻ എന്തുണ്ട് വഴി? നമ്മൾ കുറെ സ്വന്തമാക്കണം. നമുക്ക് വേണ്ടി മരിച്ചു കഴിഞ്ഞാൽ നമ്മളാണ് ഒറ്റക്ക് പോവുക. നമ്മളാണ് കബറിടത്തിലേക്ക് പോവുക. നമ്മുടെ കൂടെ വേറെ ആരും വരില്ലല്ലോ. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതാ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ ജനാസയുമായി ആളുകൾ നീങ്ങുമ്പോൾ ആ ജനാസയുടെ കൂടെ 3 സംഗതികൾ പുറപ്പെടും. ജനാസയോടൊപ്പം യാത്രയാകുന്ന 3 കാര്യങ്ങൾ. അവനെ കബറടക്കി കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ തിരിച്ചു വരും. 1 അവന്റെ കൂടെ ബാക്കിയാകും. 3 അവൻ വീട്ടിൽ നിന്ന് അവനെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് ആളുകൾ അവനെ ആ തോളിലേറ്റി കൊണ്ടുപോകുമ്പോൾ ആ മയ്യത്തിന്റെ കൂടെ 3 സംഗതികൾ ഉണ്ടാകും. അവനെ കബറടക്കി കഴിയുന്നത് വരെ ആ 3 ഒപ്പം ഉണ്ടാകും. കബറടക്കി കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ തിരിച്ചു പോരും. പിന്നെ 1 സംഗതി അവന്റെ കൂടെ ഉണ്ടാകും. അവന്റെ കുടുംബം, അവന്റെ സമ്പത്ത്, അവന്റെ കർമ്മങ്ങൾ, ഇത് 3മാണ് അവന്റെ കൂടെ യാത്രയാകുന്നത്. അങ്ങനെ ആ മയ്യത്തിന്റെ ചുമലിലേക്ക് ആളുകൾ ഇങ്ങനെ പോകുമ്പോൾ അവന്റെ കുടുംബക്കാർ കൂടെയുണ്ട്, മക്കളുണ്ട്, ബന്ധുക്കളുണ്ട്. അവന്റെ സമ്പത്തുമോടെ വീതം വെക്കപ്പെട്ടിട്ടില്ല, കൂടെയുണ്ട്.
അവൻ ചെയ്തു കൂട്ടിയ അമലുകളും ഒപ്പമുണ്ട്. നമസ്കാരമെല്ലാം കഴിഞ്ഞ് മക്ബറയിലേക്ക് ആ മയ്യിത്തെടുത്ത് വെച്ച് എല്ലാം ഭദ്രമായി മണ്ണിട്ട് മൂടി കൃത്യമായി അതിന്റെ തസ്ബീഹ് എല്ലാം കഴിയുമ്പോൾ സലാം പറഞ്ഞ് പിരിയുന്ന സമയത്ത് കുടുംബം സലാം പറഞ്ഞ് പിരിയും, സമ്പത്തും പിരിയും. പിന്നെ ഇത് രണ്ടും അവനില്ല. ആ മണ്ണിൽ, ആ കബറിന്റെ ഉള്ളിൽ കൂരാക്കൂലിട്ടിൽ ആരും സഹായിക്കാനില്ലാത്ത ആ സന്ദർഭത്തിൽ അവന്റെ കൂടെ അവശേഷിക്കുന്നത് അവനോടൊപ്പം യാത്രയായ അവന്റെ അമലുകൾ മാത്രം. ഖൈറാണെങ്കിലും ഷറാണെങ്കിലും ബാക്കിയെല്ലാം തിരിച്ചുപോയി. സമ്പത്തെല്ലാം മക്കൾ വീതം വെച്ചു. എന്തിന് പ്രിയപ്പെട്ട ഭാര്യ എന്ന് നമ്മൾ പറയുന്ന നമ്മുടെ ഭാര്യയുണ്ടല്ലോ, മരിച്ച് 4 മാസവും 10 ദിവസവും ഇദ്ദയാചരിച്ചാൽ അവൾക്ക് വേണമെങ്കിൽ വേറെ ഒരാളെ കല്യാണം കഴിച്ചുകൂടെ? അപ്പോൾ എവിടെയാണ് സ്വന്തം സഹോദരങ്ങളെ? അതുമില്ലല്ലോ. ഇസ്ലാമിക നിയമപ്രകാരം മരിച്ചു കഴിഞ്ഞാൽ ഒരു സ്ത്രീ ആണെങ്കിൽ ഒരു സ്ത്രീ ഭർത്താവ് മരിച്ചാൽ 4 മാസവും 10 ദിവസവും ഇദ്ദയാചരിക്കണം. എന്നിട്ട് അവൾക്ക് വേണമെങ്കിൽ വേറെ കല്യാണം കഴിക്കാം. പുരുഷനാണെങ്കിലോ ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ഒരു 3 ദിവസം ദുഃഖാചരണം ഉണ്ടായാൽ അപ്പുറത്തേക്ക് വേണ്ടതില്ല, അയാൾക്ക് വേറെയും കല്യാണം കഴിക്കാം. പെണ്ണുങ്ങൾ ചൂടാകേണ്ടതില്ല എന്ന് പെട്ടെന്ന് ഞങ്ങളുടെ ഭർത്താവ് മറന്നുപോയി. അങ്ങനെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ. ഇസ്ലാമിന്റെ നിയമം അതാണ്. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അള്ളാഹിന്റെ നിയമമാണത്, അത് അംഗീകരിച്ചേ പറ്റൂ. അതെ, പുരുഷന്മാർക്ക് ഏത് വിഷയത്തിലും, ഭാര്യമാർക്കല്ലാതെ മറ്റെവിടെയും, വാപ്പയാകട്ടെ ഉമ്മയാകട്ടെ ആര് മരിച്ചാലും 3 ദിവസം ദുഃഖമാചരിക്കാം. മറ്റുള്ള ആളുകൾക്ക് ആ മരിച്ച വീട്ടിൽ വന്നുകൊണ്ട് ആ മരണപ്പെട്ട ആളിന്റെ ബന്ധുക്കൾക്ക് ആശ്വസിപ്പിക്കേണ്ട സമയം 3 ദിവസമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ദുഃഖാചരണമില്ല, അത് കഴിഞ്ഞു, ജീവിതത്തിലേക്ക് തിരിച്ചു പോകണം. അതെ, അങ്ങനെയാണ്. അപ്പൊ ഇവിടെ സ്വന്തം എന്താ ഉള്ളത്? സ്വന്തം ഒന്നുമില്ലല്ലോ, എല്ലാം കഴിഞ്ഞില്ലേ, സ്വന്തം ഒന്നുമില്ല. നമ്മൾ വിചാരിക്കും മക്കള് വലുതായി നമ്മൾ ഒഴിവാക്കി പോകാൻ സാധ്യതയുണ്ട്. പെൺകുട്ടികളെ കെട്ടിച്ചു വിട്ടുപോകും, ആൺകുട്ടികൾ കല്യാണം കഴിച്ച് ജോലി തേടി വല്ല വഴിക്കൊക്കെ പോയി അവരും കല്യാണം കഴിച്ച് വേറെ വീടുകൾ മാറിപ്പോകും. ആരും ഉണ്ടാകൂല. അപ്പോഴും ഞാനും എന്റെ ഭാര്യയും ബാക്കിയുണ്ടാകും ഇൻഷാ അല്ലാഹ്. ആ ഭാര്യ കൂടി അന്യമായി പോകുന്നു മരിച്ചു കഴിയുമ്പോൾ. പിന്നെ ആരാള ഒന്നുമില്ല. നമുക്കാകെ കൂടിയുള്ളത് നമ്മൾ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളല്ലാതെ വേറെ ഒന്നുമില്ല. ഒന്നും ചെയ്യാതെ അങ്ങ് ഈ ദുനിയാവിൽ ജീവിച്ചു പോയി മരിച്ചു കഴിഞ്ഞാൽ എന്തുണ്ട് കൂടെ? ആരുമില്ലല്ലോ, ഒന്നുമില്ല. പിന്നെ ഈ മനുഷ്യൻ എവിടെയാണ് വിജയിക്കുക? അവന് സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നു, നല്ലൊരു വീടുണ്ടായിരുന്നു, നല്ലൊരു വാഹനം ഉണ്ടായിരുന്നു, ബാങ്ക് ബാലൻസിന്റെ ഉടമയാണ്, എസ്റ്റേറ്റുകൾ സ്വന്തമുണ്ട്. മരിച്ചപ്പോൾ ഒന്നുമില്ല, ഒന്നുമില്ലാതെ പോകുന്നു ആ മനുഷ്യൻ. സ്വന്തം എന്ന് പറയാൻ 3 സംഗതികൾ മാത്രം. കഴിച്ചു കഴിഞ്ഞത് വിട്ടുകീറിയതും കൊടുത്ത് അള്ളാഹുവിന്റെ അടുക്കൽ രേഖപ്പെടുത്തി വെക്കപ്പെട്ടതുമായ സംഗതികളല്ലാതെ വേറെയൊന്നും സ്വന്തമില്ലല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദുനിയാവിൽ ജീവിക്കുമ്പോൾ സൂക്ഷ്മത വേണം, ചിന്ത വേണം. നമ്മൾ ചിന്തിക്കണം, ഇങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെയാണ് അവിടെ എത്തുക? ചിന്തിക്കണം. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ 5 കാര്യങ്ങൾ സൂക്ഷിക്കണേ. 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും മുമ്പ് 5 കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണേ. ഇതാ നിങ്ങൾ കാത്തിരിക്കുന്ന സംഗതി, 5 സംഗതികൾ വരാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ. അത് സംഭവിക്കും മുമ്പായി നിങ്ങൾക്ക് ഇപ്പോഴുള്ള 5 സംഗതികളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം, നിങ്ങൾ ഫലപ്രദമാക്കണം, നിങ്ങൾ സൂക്ഷിക്കണം. എന്തൊക്കെയാണത്? ശബാബക ഖബല ഹറമിക. നിന്റെ യുവത്വമുണ്ടല്ലോ, അതിന് വിലയുണ്ട് സഹോദരങ്ങളെ. യുവത്വത്തിന് വിലയുണ്ട്. ആ യുവത്വ കാലഘട്ടം, നിന്റെ വാർദ്ധക്യം നിനക്ക് വരും. യുവാക്കൾ എന്താ പ്രതീക്ഷിക്കേണ്ടത്? ആരോഗ്യ പുഷ്ടിയോടുകൂടെ കൊല്ലം കഴിയുന്നവരും വീണ്ടും വീണ്ടും ആരോഗ്യ പുഷ്ടിയോടുകൂടെ യുവത്വത്തോടുകൂടെ ഇരിക്കുമെന്നാണോ? അല്ല, വയസ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. കുട്ടികൾ, ചെറിയ മക്കള് പാപ്പാനെ കണ്ടിട്ട് തലക്കേടില്ല, മീശക്ക് അവര് സ്വന്തം വരയ്ക്കും പെൻസിലിട്ടിട്ട്. അവർക്ക് എന്താ ആഗ്രഹം? അവർക്ക് ഇത് വലുതാകാനാണ് ആഗ്രഹം. താടിയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയും. താടി വേണേ പിടിച്ചവർക്ക് വെച്ചൊക്കെ നോക്കുമ്പൊക്കെ ഉണ്ടാവും. പിള്ളേർക്കൊന്ന് വലുതാകണമെന്നാണ്. ചെറുപ്പക്കാരുടെ താല്പര്യം അത് ഇങ്ങനെ തന്നെ നിക്കണോന്നാണ്. അങ്ങനെ നിക്കോ? കുറച്ച് കഴിയുമ്പോ അങ്ങനെ പതുക്കെ പതുക്കെ ചേഞ്ച് ആകും, മൊത്തം ചേഞ്ച് ആകും. പിന്നെ പോകുന്ന എങ്ങോട്ടാണ്? പിന്നെ പോകുന്ന വാർദ്ധക്യത്തിലേക്കാണ്. അവിടെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും, പലതും കൃത്യമായി ചെയ്യാൻ കഴിയില്ല. അപ്പൊ നിങ്ങളുടെ യുവത്വ കാലഘട്ടം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അള്ളാഹുവിന്റെ കോടതിയിൽ ചോദിക്കുമത്, യുവാവേ, നിന്റെ യുവത്വ കാലഘട്ടം നീ എന്തിനു ചിലവഴിച്ചു, അതെങ്ങനെ വിനിയോഗിച്ചു എന്ന് ചോദിക്കുമ്പോൾ പറയണം മറുപടി, പടച്ചവനെ, നിന്റെ മാർഗത്തിൽ, നിന്റെ പ്രീതിക്ക് വേണ്ടി, നിന്റെ തൃപ്തിക്ക് വേണ്ടി, നിന്റെ പൊരുത്തത്തിന് വേണ്ടി, നിന്റെ സ്വർഗത്തിന് വേണ്ടി ഞാൻ പണിയെടുത്തിട്ടുണ്ട്.
എന്ന് പറയാൻ കഴിയണമെങ്കിൽ സഹോദരങ്ങളെ ഇപ്പോൾ അത് ഉപയോഗപ്പെടുത്തണം, അതില്ലെങ്കിൽ ഇല്ല. അപ്പൊ വാർദ്ധക്യത്തിന് മുമ്പ് നിന്റെ യുവത്വ കാലഘട്ടവും നിന്റെ രോഗത്തിന് മുമ്പുള്ള ആരോഗ്യം നീ ഉപയോഗപ്പെടുത്തണം. ആരോഗ്യമുള്ള ഞാനും നിങ്ങളുമൊക്കെ പ്രതീക്ഷിക്കേണ്ടത് എന്താ? ഇനിയും ആരോഗ്യം കൂടുമെന്നാണോ? അല്ല, രോഗം വരുമെന്നാണ്. നമ്മളൊക്കെ ആരോഗ്യവാന്മാരായ യുവാക്കളും മനുഷ്യരും യുവതികളും സഹോദരികളും ഒക്കെ ചിന്തിക്കേണ്ടത് ഞാനിനി രോഗത്തിലേക്ക് പോകും, ഞാൻ രോഗിയാകും, അതാണ് ഈ സാധ്യതയുള്ളത്. ഇപ്പോൾ ആരോഗ്യത്തിൽ അൽഹംദുലില്ലാഹ്. അപ്പോ ഈ ആരോഗ്യമുള്ള സന്ദർഭം രോഗം വരുമ്പോൾ നിനക്ക് വരാൻ പോകുന്ന രോഗമാണ്. അതിനു മുമ്പ് നിന്റെ ആരോഗ്യം ഉപയോഗപ്പെടുത്തുക. സാമ്പത്തികമായ ഐശ്വര്യമുണ്ട്, സുസ്ഥിതിയുണ്ട്, കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് എങ്കിൽ നീ പ്രതീക്ഷിക്കേണ്ടത് ദാരിദ്ര്യമാണ്. അത് വരും മുമ്പ് നിന്റെ ഈ ഐശ്വര്യവേളയുണ്ടല്ലോ, അത് നീ ഉപയോഗപ്പെടുത്തണം. നിന്റെ നീ ജോലി തിരക്കിലേക്ക് പോകും. അതിനു മുമ്പ് നിനക്ക് വിശ്രമമുണ്ട്, ഇടവേളകളുണ്ട്. ആ വിശ്രമങ്ങൾ, ആ ഒഴിവ് സമയങ്ങൾ നീ ഉപയോഗപ്പെടുത്തണം. ജോലി തിരക്കിലേക്ക് പോയാൽ പലപ്പോഴും ഒന്നിനും കഴിയാതെ വരും. അതുകൊണ്ട് അത് നീ ഉപയോഗപ്പെടുത്തണം. പിന്നെയോ മൊത്തത്തിൽ നിന്റെ ജീവിതം നിന്റെ മരണത്തിന് മുമ്പ് നീ ഉപയോഗപ്പെടുത്തുക. അപ്പൊ എല്ലാം വന്നല്ലോ. നിന്റെ ജീവിതം നീ മരിക്കും മുമ്പ് ഉപയോഗപ്പെടുത്തുക. എപ്പോഴാണ് മരിക്കുക? അത് അറിഞ്ഞു കിട്ടിയാൽ ഒരുപാട് പണിയുണ്ട് അല്ലേ? എപ്പോഴൊന്ന് മരിക്കുമെന്നൊന്ന് മുൻകൂട്ടി കിട്ടിയാൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. പക്ഷേ എപ്പോഴാണ് മരിക്കുക എന്നറിയില്ലല്ലോ. നമ്മളുടെ ഗ്യാരണ്ടി നമ്മുടെ കൈവശമല്ലല്ലോ. നമ്മുടെ ഗൾഫുകാർ പല സാധനങ്ങളും നാട്ടിലേക്ക് കൊണ്ടുപോകാനും വീട്ടിലേക്കും ഒക്കെ വാങ്ങും. ഈ വാങ്ങുന്ന എല്ലാ വസ്തുക്കളുടെയും ഗ്യാരണ്ടി പേപ്പർ ചോദിച്ചു വാങ്ങും. 5-6 കൊല്ലം വളരെ സന്തോഷാണ്. പക്ഷേ ഈ ഗ്യാരണ്ടി ചോദിക്കുന്ന ഈ മനുഷ്യന്റെ ഗ്യാരണ്ടി എവിടെ? ഈ വാങ്ങിച്ച സാധനത്തിന്റെ ഗ്യാരണ്ടി തീരും മുമ്പ് ഈ മനുഷ്യന്റെ ഗ്യാരണ്ടി തീർന്നു പോയേക്കാം. ആ ഗ്യാരണ്ടി അടച്ചവന്റെ കയ്യിലാണ്. കാരണം അവനാണ് ഈ മനുഷ്യന്റെ സൃഷ്ടാവ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ കൈവശമാണ് ഗ്യാരണ്ടി. ജനിക്കുമ്പോൾ നമുക്ക് ഗ്യാരണ്ടി തന്നു വിട്ടിട്ടില്ല. നമ്മുടെ കൈവശം ഗ്യാരണ്ടി പേപ്പർ ഇല്ല. അതുകൊണ്ട് തന്നെ ഏത് സമയവും തിരിച്ചു വിളിക്കാം. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിന്റെ ജീവിതം നിന്റെ മരണത്തിന് മുമ്പ് നീ ഉപയോഗപ്പെടുത്തണം കേട്ടോ. ഇതൊരു ചാൻസാണ്, ഇതൊരു ചാൻസാണ്. ജീവിതം ഒരു ചാൻസാണ്, അത് ഉപയോഗപ്പെടുത്തണം. ഇത് കിട്ടിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, പടച്ചതമ്പുരാൻ ഒരു മനുഷ്യന് 60 വയസ്സുവരെ ഭൂമി ലോകത്ത് ജീവിക്കാൻ ചാൻസ് കൊടുത്താൽ, 60 വയസ്സുവരെ ഇവിടെ ജീവിക്കാൻ ചാൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിൽ പിന്നെ അവന് ഒരു ഒഴിവും പറയാൻ അവകാശമില്ല. അള്ളാഹ് കേൾക്കില്ല. പടച്ചവനെ സമയം കിട്ടിയില്ല, ഞാൻ കുറെ അങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിന്ന് കുറെ തെക്ക് വടക്ക് TVS സർവീസ്, തെക്ക് വടക്ക് സർവീസായിട്ട് നടന്നു എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹ് ഒരു ഇളവും സ്വീകരിക്കില്ല. അത്രയും ചാൻസ് കൊടുത്തു കഴിഞ്ഞു. എന്നിട്ട് ഇത്രയും ചാൻസ് കിട്ടിയിട്ട് പിന്നെ നഷ്ടത്തിലേക്ക് പോയാലോ? അപ്പൊ ആരാണ് നഷ്ടമുണ്ടാക്കിയ ആളുകൾ? ആലോചിക്കണം സഹോദരങ്ങളെ, സഹോദരിമാരെ. ഈ ജീവിതം കളിയും ചിരിയും തമാശയുമല്ല. ഇത് കൃത്യമായ പ്ലാനിങ്ങോട് കൂടെ പടച്ചതമ്പുരാൻ നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതാണ്. അതുകൊണ്ട് ഇവിടെ ജീവിച്ച് രക്ഷപ്പെടാൻ പരിശ്രമിക്കണം. ഭൗതികമായ രക്ഷപ്പെടലല്ല, മറിച്ച് പാരത്രികമായ രക്ഷപ്പെടൽ. ഇവിടെ കഷ്ടപ്പെട്ടാലും ഇവിടെ കുറച്ച് പ്രയാസം അനുഭവിച്ചാലും സാരമില്ല. അതാണല്ലോ പ്രവാചകന്മാരുടെ ജീവിതം. ഏത് പ്രവാചകനാണ് സുഖലോലുപതയിൽ ജീവിച്ചത്? ഏത് പ്രവാചകനാണ് വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഭൗതികമായി സാധിച്ചുകൊണ്ട് മുന്നോട്ട് പോയത്? അള്ളാഹ് അങ്ങനെ ആർക്കെങ്കിലും കൊടുത്തോ? സാമ്പത്തിക ശേഷിയുള്ള നമ്മളൊക്കെ വിചാരിക്കേണ്ടതില്ല, അള്ളാഹ് എന്നോട് വല്ലാത്ത സംതൃപ്തി ഉള്ളത് കൊണ്ട് എനിക്ക് കുറെ തരികയാണെന്ന് വിചാരിക്കേണ്ടതില്ല. ആ സംതൃപ്തി ഭൗതിക ലോകത്ത് ഒരുപാട് കൊടുക്കാൻ കാരണമാണെങ്കിൽ അല്ലാഹു തആല ആദ്യം കൊടുക്കേണ്ടത് ആർക്കാ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കണം. കാരണം സയ്യിദുൽ മുർസലീൻ, അമ്പിയാക്കളുടെ നേതാവാണ് പ്രവാചകൻ. അമ്പിയാക്കളുടെ നേതാവായ പ്രവാചകന് ഭൗതികമായി കൊടുത്തോ? ഇല്ല, കൊടുത്തില്ല. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങി എഴുന്നേറ്റിരിക്കുന്നു. പ്രവാചകന്റെ ദേഹത്ത് കിടന്ന പായുടെ പൊളികൾ അടയാളം കാണുന്നു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സങ്കടത്തോടു കൂടി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഈ സമുദായത്തിന് കുറച്ച് നന്മ നൽകാൻ, സാമ്പത്തികമായ അഭിവൃദ്ധി നൽകാൻ പടച്ചവനോടൊന്ന് പ്രാർത്ഥിച്ചുകൂടെ? കിസ്റ കൈസരിന് പടച്ചവൻ കൊടുത്തില്ലേ?
അവരാരും അല്ലാഹ് ഇബാദത്ത് എടുക്കുന്നില്ലല്ലോ. നമ്മൾ പടച്ചവനെ മാത്രം ആരാധിക്കുന്നവരല്ലേ? അതുകൊണ്ട് കുറച്ച് സൗകര്യത്തിന് വേണ്ടി പടച്ച റബ്ബിനോടൊന്ന് പ്രാർത്ഥിച്ചുകൂടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടുത്തെ ആ പാട് കണ്ട് സങ്കടത്തോടു കൂടി ചോദിച്ച പ്രിയപ്പെട്ട ശിഷ്യനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ദസ്മിതം പൂകിക്കൊണ്ട് പറഞ്ഞത്, ഉമറേ, അവർക്ക് ദുനിയാവും നമുക്ക് സ്വർഗവും സന്തോഷമല്ലേ എന്നാണ്. പരലോകമാണ് നമുക്ക്, പരലോകമാണ് ശരി, അതാണ് യാഥാർത്ഥ്യം, അതാണ് ശാശ്വതം, അതാണ് അനശ്വരം. ഇത് നശ്വരമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ നശ്വരമായ ജീവിതത്തിൽ സ്വർഗം പണിയാൻ അത് വിശ്വാസികൾക്ക് പാടില്ല. അതിനാൽ നമുക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. ആ പറഞ്ഞ സംഗതികൾ സൂക്ഷിക്കുക. മഹാനായ അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു അമീനു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിന്റെ വിശ്വസ്തനെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ആമിർ എന്നാണ്. ആ സ്വഹാബി മദീനയിൽ നിന്ന് മുമ്പുള്ള ബഹ്റൈനിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അൽഹസാൻ ബഹ്റൈൻ പ്രദേശത്തേക്ക് സകാത്ത് വിളിക്കുവാൻ വേണ്ടി പറഞ്ഞയച്ചു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ആ മുതലുകളെല്ലാം ശേഖരിച്ചുകൊണ്ട് മദീനയിലേക്ക് മടങ്ങിപ്പോയി. സുബഹിയുടെ സമയത്ത് അവിടെ എത്തി. അൻസാരികളായ സഹാബികൾ അബൂ ഉബൈദ ബഹ്റൈനിൽ നിന്ന് ബൈത്തുൽ മാലിലേക്കുള്ള സമ്പത്തുമായി വന്നിട്ടുണ്ട് എന്നുള്ള വർത്തമാനം അറിഞ്ഞപ്പോൾ സുബഹിയിലാകെ തിരക്കാൻ. സുബഹി നമസ്കാരത്തിന് ശേഷം സഹാബികൾ പുറത്തു പോകാതെ പ്രവാചകന്റെ മുമ്പിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അല്ല അബൂ ഉബൈദ, ബഹ്റൈനിൽ നിന്ന് വന്ന വീതം നിങ്ങൾക്ക് എത്തിയോ? അതേ റസൂലേ, ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ കൊണ്ടുവന്ന വീതം വെക്കാൻ വേണ്ടിയാണ് അവ വന്ന് നിൽക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സന്തോഷിച്ചു. എന്നിട്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാവപ്പെട്ട സ്വഹാബത്തിനോട് പറയുന്നു, പടച്ചവൻ തന്നെയാണ് സത്യം, ദാരിദ്ര്യമല്ല ഞാൻ നിങ്ങളുടെ വിഷയത്തിൽ ഭയപ്പെടുന്നത്. പക്ഷേ ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നത് ദുനിയാവിന്റെ വികസനമാണ്. നിങ്ങൾക്ക് ദുനിയാവിൽ വിശാലതയുണ്ടാകുന്ന വിഷയമാണ്. നിങ്ങളുടെ മുമ്പുണ്ടായിരുന്നവർക്ക് ദുന്യവിയായ വികസനം കിട്ടിയതുപോലെ നിങ്ങൾക്കുള്ള വികാസത്തെയാണ് ഞാൻ ഭയപ്പെടുന്നത്. എന്നാൽ എന്ത് പറ്റും? അപ്പോൾ നിങ്ങൾ മത്സരിക്കും, നിങ്ങൾ കിടമത്സരത്തിൽ ഏർപ്പെടും. അവർ മത്സരിച്ചതുപോലെ അവരെ നശിപ്പിച്ചതുപോലെ നിങ്ങൾ പഠിച്ചതുകൊണ്ട് ഞാൻ നശിപ്പിക്കും. അപ്പോ ദുനിയാവിന്റെ വിശാലത, അതിന്റെ സൗകര്യം, അതിന്റെ സന്തോഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബത്ത് പാവങ്ങളാൽ സാധുക്കളായ സ്വഹാബത്ത് എന്തെങ്കിലും സംഗതികൾ വന്നിട്ടുണ്ടോ എന്ന് അറിഞ്ഞപ്പോൾ അത് മേടിക്കുവാൻ വേണ്ടി പ്രവാചകന്റെ മുമ്പിലേക്ക് വന്ന സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ വിഷയത്തിൽ ദാരിദ്ര്യം ഭയപ്പെടുന്നില്ല, ഞാൻ പേടിക്കുന്നത് ദുനിയാവിന്റെ വിശാലതയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ദുനിയാവിന്റെ വിശാലത തന്നെയാണ്. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളുടെ വിഷയത്തിലും, ഭാര്യയുടെ വിഷയത്തിലും, നമ്മുടെ വിഷയത്തിലും, സമൂഹത്തിന്റെ വിഷയത്തിലും, സമുദായത്തിന്റെ വിഷയത്തിലും ഒക്കെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഈ വിശാലതയും അതിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ പറ്റേ ദാരിദ്ര്യാവസ്ഥയിലേക്ക് പോകണമെന്നല്ലത്. അതിനെതിരെ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രവാചകന്റെ പ്രാർത്ഥന ഫഖീറായി മരിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ. ജീവിതത്തിൽ നിത്യ ചെലവുകൾ കഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയ്ക്ക് വേണ്ടിയല്ലേ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രാർത്ഥന? അതെ, ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകാൻ വേണ്ട, അതല്ല. മറിച്ച് സൗകര്യങ്ങൾ കൂടുമ്പോൾ പടച്ചവനെ മറക്കാം, സൗകര്യങ്ങൾ കൂടുമ്പോൾ അമിതമായി ആഹ്ലാദിക്കാം, സൗകര്യങ്ങൾ കൂടുമ്പോൾ അതിർവരമ്പുകൾ ലംഘിക്കപ്പെടാം. ഒരുപാട് സംഗതികളില്ലേ. അതുകൊണ്ട് സൂക്ഷിക്കണം. ഇത് ഓരോന്നും അള്ളാഹുവിന്റെ കോടതിയിൽ കൃത്യമായി സമാധാനം പറയേണ്ടത് തന്നെയാണ്. പടച്ച റബ്ബിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിന് കൃത്യമായ മറുപടി ഞാനും നിങ്ങളും പറയേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി പറഞ്ഞു, മനുഷ്യന്റെ മാനസികാവസ്ഥ യഹ്റമു ഇബ്നു ആദം വതശിബ്ബു മിൻ സിനാൻ. ഇതാ മനുഷ്യപുത്രൻ വാർദ്ധക്യത്തിലേക്ക് വരും, വയസ്സാകും. അപ്പോൾ അവന്റെ മനസ്സിൽ രണ്ട് സംഗതികൾ യുവത്വം പ്രാപിക്കും. അതിങ്ങനെ വളർന്നിങ്ങനെ വരും. രണ്ട് കാര്യങ്ങൾ. എന്തൊക്കെയാണത്? പ്രവാചകൻ സമ്പത്തിനോടുള്ള ധനമോഹം അതവന്റെ മനസ്സിൽ ഇങ്ങനെ യുവത്വം പ്രാപിച്ചു വരും. പിന്നെയോ ആയുസ് വർദ്ധിക്കാനുള്ള മോഹവും. ഇത് രണ്ടും വയസ്സാകും തോറും മനുഷ്യപുത്രന്റെ മനസ്സിൽ പച്ച പിടിക്കുന്ന യുവത്വം പ്രാപിക്കുന്ന രണ്ട് സംഗതികൾ
ദീർഘായുസ് കിട്ടണം, കാശുണ്ടാക്കണം. അതെ, ഇത് രണ്ടും ഉണ്ടാവും. കുറേ വയസ്സാകുമ്പോഴും കുറച്ചുകൂടി ജീവിക്കണമെന്നാണ് ആഗ്രഹം. പിന്നെയോ ജീവിക്കാൻ കാശും വേണം. ഇത് രണ്ടും യുവത്വം പ്രാപിച്ചു വരും. മനുഷ്യൻ വയസ്സായിക്കൊണ്ടിരിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുന്നു, ബാദിറു ബിൽ അഅമാലി സബ്അ, 7 സംഗതികൾ സംഭവിക്കും മുമ്പ് നിങ്ങൾ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുക. നിങ്ങൾ വിജയത്തിന് വേണ്ടി പണിയെടുക്കണം, നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഇതാ 7 കാര്യങ്ങൾ വരാൻ പോകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്തൊക്കെയാണത്? പ്രവാചകൻ പറയുന്നത് വിസ്മൃതിയിലാക്കുന്ന ദാരിദ്ര്യം, കാര്യങ്ങളെയൊക്കെ മറപ്പിച്ച് കളയുന്ന ദരിദ്രാവസ്ഥ വരും മുമ്പ് നിങ്ങൾ പ്രയോജനപ്പെടുത്തണേ നിങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെയോ അതിരുവിടുന്ന സമ്പന്നത. പിന്നെയോ വിനാശകാരിയായ രോഗം, പ്രയാസമേകുന്ന രോഗം, പിച്ചും പേയും പറയുന്ന വാർദ്ധക്യം, ആകസ്മികമായ മരണം, അപ്രത്യക്ഷനും പ്രതീക്ഷിതനുമായ ദജ്ജാൽ എന്ന മഹാദുഷ്ടൻ, അന്ത്യസമയം, അതേറ്റവും ആപൽക്കരവും അസഹ്യവും തന്നെ. ഇവയല്ലാതെ എന്താണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു. ഏതൊക്കെയാണ് 7 സംഗതികൾ? വിസ്മൃതിയിലാക്കുന്ന ദാരിദ്ര്യം, ഫഖ്റൻ മുൻസിയ, മറപ്പിച്ച് കളയുന്ന ദാരിദ്ര്യം, ഔ ഗിനൻ മുത്ഗിയ, പിന്നെ അതിരുവിടുന്ന സമ്പന്നത, ഔ മറദൻ മുഫ്സിദ, വിനാശകാരിയായ രോഗം, പിന്നെയോ ഔ ഹറമം മുഫന്നദ, നിങ്ങളുടെ പിച്ചും പേയും പറയുന്ന വാർദ്ധക്യം, ആകസ്മികമായ പെട്ടെന്നുള്ള മരണം, അതുപോലെ അപ്രത്യക്ഷനും പ്രതീക്ഷിതനുമായ ദജ്ജാൽ എന്ന മഹാദുഷ്ടൻ വരുന്നത്, പിന്നെയോ അന്ത്യസമയം, അന്ത്യനാൾ, അത് ഏറ്റവും ആപൽക്കരവും അസഹ്യവുമായതാണ്. ഇവയല്ലാതെ കൂട്ടരെ വേറെ എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കാനുള്ളത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദുനിയാവിലെ ജീവിതം നമ്മളുടെ ലക്ഷ്യബോധം മറന്നുകൊണ്ട് ജീവിക്കുവാൻ പാടില്ല. സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കേണ്ടവരാണ് നമ്മൾ, അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടവരാണ് നമ്മൾ. പരലോകത്ത് നഷ്ടക്കാരുടെ കൂടെ നമ്മളാകാൻ പാടില്ല. പരലോകത്ത് നഷ്ടം സംഭവിക്കുന്ന ആളുകളുടെ കൂടെ ആകാൻ പാടില്ല. സ്വർഗത്തിന്റെ പ്രത്യേകത ഒരുപാട് ഹദീസുകളിലുണ്ട്. സ്വർഗത്തിന്റെ പ്രത്യേകത ഒരുപാട് ആയത്തുകളിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തെ കുറിച്ച് പറഞ്ഞത്, ദുനിയാവും പരലോകവും തമ്മിൽ സ്വർഗവും തമ്മിൽ വ്യത്യാസം. ഒരു മഹാസമുദ്രത്തിൽ ഒരു മനുഷ്യൻ വിരൽ മുക്കി, ആ വിരൽ തുമ്പിൽ എത്ര വെള്ളം ആ സമുദ്രത്തിൽ നിന്ന് അവന്റെ കയ്യിലേക്ക് വരുന്നു, അതാണ് ദുനിയാവ്. ബാക്കിയെല്ലാം പരലോകമാണ്, സ്വർഗമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞു, സ്വർഗത്തിൽ നിങ്ങളുടെ ഒരാളുടെ ചാട്ടവാറ് വെക്കാനുള്ള സ്ഥലമുണ്ടല്ലോ, സ്വർഗത്തിൽ നിങ്ങളുടെ ഒരാളുടെ ചാട്ടവാറ് വെക്കാനുള്ള സ്ഥലം ദുനിയാവും അതിലുള്ള മുഴുവൻ സംഗതികളെക്കാളും ഖൈറാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. ആ ഹദീസ് പഠിച്ചു നോക്കിയേ. സ്വർഗത്തിൽ ലമൗദിഉ സൗതി അഹദികും ഫിൽ ജന്ന ഖൈറുൻ മിനദ് ദുനിയ വമാ ഫീഹാ, സ്വർഗത്തിൽ നിങ്ങളുടെ ഒരാളുടെ ചാട്ടവാറ് വെക്കാനുള്ള സ്ഥലം അത് എത്ര ഉണ്ടാവും? ചൂരൽപടി. ഒരു ചാട്ടവാറ് വെക്കാൻ എത്ര സ്ഥലം വേണം? ആ സ്ഥലം ദുനിയാവും അതിലുള്ള സകലമാന സംഗതികളെക്കാളും ഖൈറാണ്, മഹത്തരമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ നമ്മൾ ഏത് നഷ്ടത്തിലേക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് നമ്മൾ പറയുന്നത്? പരലോകത്തിന് വേണ്ടി പണിയെടുക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയാതെ പോകുന്ന അവസ്ഥ നമുക്ക് വളരെ സങ്കടകരവും നഷ്ടവുമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുക, നമ്മുടെ കുടുംബത്തെ അതിനു വേണ്ടി സജ്ജമാക്കുക. ഇല്ലെങ്കിൽ ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് സംഭവിക്കാനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ നഷ്ടത്തിലേക്ക് നമ്മൾ പോകരുത്. ഈ ജീവിതം അള്ളാഹു നൽകിയതാണ്, പടച്ച തമ്പുരാന്റെ ദാനമാണിത്. ഇത് അള്ളാഹുവിന്റെ നിഅമത്ത്, അനുഗ്രഹമാണ്. ഇതിനെക്കുറിച്ച് കൃത്യമായി റബ്ബ് ചോദിക്കില്ലേ? ചോദിക്കും. നാം അനുഭവിക്കുന്ന ഓരോ നിഅമത്തുകളെ കുറിച്ചും പടച്ച തമ്പുരാൻ ചോദിക്കും. ആ ചോദിക്കുന്ന സമയത്ത് അതിനൊക്കെ മറുപടി പറയാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ? നമ്മുടെ ഓരോ കാലടികളും മുന്നോട്ട് വെക്കാൻ പടച്ചവൻ സമ്മതിക്കില്ല. ചില ചോദ്യങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറയാതെ ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെ നിന്ന് കണ്ടെത്തണം. ആ ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെ നിന്ന് കണ്ടെത്തണം. പരലോകത്ത് പോയിട്ട് അവിടെ പഠിക്കാൻ സമയമില്ല. ഇവിടെയാണ് അതിന് ഉത്തരം കണ്ടെത്തേണ്ടത്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാറില്ല, കൂട്ടരെ, ഇത് കർമ്മവേദിയാണ്, ദുനിയാവ് കർമ്മവേദിയാണ്. ഇവിടെ ഹിസാബില്ല, ഇവിടെ ചോദ്യമില്ല. നാളെ പരലോകം ചോദ്യമേ ഉള്ളൂ, അവിടെ പ്രവർത്തിക്കാൻ കഴിയില്ല. അപ്പൊ പ്രവർത്തിക്കാൻ കഴിയാത്ത ചോദ്യങ്ങൾ മാത്രമല്ല, നാളത്തേക്ക് വേണ്ടി
പ്രവർത്തിക്കാൻ കഴിയുന്ന ചോദ്യങ്ങളില്ലാത്ത ഈ ദുനിയാവിൽ നിങ്ങൾ പണിയെടുക്കുക. ഇവിടെയാണ് നമ്മൾ ലാഭം കൊയ്യേണ്ടത്. ഇവിടെയാണ് നമ്മളെല്ലാം സ്വന്തമാക്കേണ്ടത്. നമ്മൾ ഇവിടെയാണ് സമ്പാദ്യം കൃത്യമായി സ്വരുക്കൂട്ടി വെക്കേണ്ടത്. നാളെ പരലോകത്തേക്ക് പോകുമ്പോൾ എന്തൊരു കോപ്പുകളാണ്, എന്തൊരു സംഗതികളാണ് നമ്മുടെ കൈവശമുള്ളത് നമ്മൾ ആലോചിക്കണം. എന്തുണ്ട് കൈവശം? ഞാനും നിങ്ങളുമൊക്കെ ഒരുപാട് ആലോചിക്കേണ്ട സംഗതിയാണ്. എന്തുണ്ട് കൈവശം? എന്താണ് പടച്ചവന്റെ കോടതിയിലെത്തിയാൽ എന്ത് ലഭിക്കുക? എന്തുണ്ട് നമുക്ക് പറയാൻ? നമ്മൾ വിശ്വസിക്കുന്നു ഹിസാബുണ്ട്, നമ്മൾ വിശ്വസിക്കുന്നു സ്വർഗവും നരകവുമുണ്ട്, കൃത്യമായ ചോദ്യം ചോദിക്കൽ അവിടെയുണ്ട്. ഇതെല്ലാം നമ്മൾ വിശ്വസിക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു അതിനു വേണ്ടി? അവിടെയാണ് ലാഭം, അവിടെയാണ് വിജയം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എങ്കിൽ ആ വിജയത്തിന് വേണ്ടി നമുക്ക് വിജയികളാകണം. അതിനുവേണ്ടി ഇവിടെയല്ലേ പരിശ്രമിക്കേണ്ടത്? എന്താണ് നമ്മുടെ പരിശ്രമങ്ങൾ? നമ്മൾ ആലോചിക്കൂ. നമ്മളും നമ്മുടെ കുടുംബവും എങ്ങനെയാണ് ഇസ്ലാമികമായ ചുറ്റുപാടുകളിൽ, ഇസ്ലാമികമായ അന്തരീക്ഷത്തിൽ നമ്മൾ ആലോചിക്കൂ. നമ്മുടെ കുടുംബത്തിന്റെ വിഷയങ്ങൾ. നമ്മൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നത്, ആരെയും നമ്മൾ ആരാധിക്കില്ല. അതുകൊണ്ട് പ്രശ്നങ്ങൾ തീർന്നോ? അതല്ലാത്ത ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടതില്ലേ? ഒരുപാട് സംഗതികളില്ലേ? ഒരുപാട് പരാജയത്തിലേക്ക് പോകുന്ന ഒരുപാട് പ്രശ്നങ്ങളില്ലേ? അതൊക്കെ മനസ്സിലാക്കി നമ്മളെപ്പോഴും ആലോചിക്കുന്നത് അപ്പുറത്തെന്തെങ്കിലുമൊക്കെ വർത്തമാനം കേൾക്കുമ്പോൾ അത് എന്നെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ, എനിക്കത് വരില്ല എന്നല്ല സൂക്ഷിക്കണം. എല്ലാവർക്കും അത് സംഭവിക്കാം. അതുകൊണ്ട് സൂക്ഷ്മതയോടുകൂടെ, കരുതലോടുകൂടെ ജീവിതത്തിന്റെ ഓരോ ദിവസങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കണം. നമ്മുടെ ആശ്രിതരുടെ കൂടെയുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ കോടതിയിൽ ഞാനും നിങ്ങളും സമാധാനം പറയണം. കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. നിങ്ങൾ എല്ലാവരും ഭരണാധികാരികളാണ്. നിങ്ങളുടെ കീഴിലുള്ള ആളുകളെ കുറിച്ച് പടച്ചവന്റെ കോടതിയിൽ കൃത്യമായി ചോദ്യം ചെയ്യപ്പെടുമെന്ന വിഷയം സഹോദരങ്ങളെ ഞാനും നിങ്ങളും ഒക്കെ ചിന്തിക്കേണ്ടതാണ്. അതിനാൽ ഈ ദുനിയാവിലെ ജീവിതം അനുഗ്രഹമായി കണ്ട് പടച്ചവന്റെ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാനുള്ള ഒരു സുവർണാവസരമായി കണ്ടുകൊണ്ട് പണിയെടുക്കാൻ താല്പര്യപൂർവ്വം, സന്തോഷത്തോടുകൂടി, ത്യാഗമനസ്ഥിതിയോടുകൂടി പണിയെടുക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മളാണ് പരാജയപ്പെട്ടവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രിയപ്പെട്ട സ്വഹാബത്ത് നമസ്കരിച്ചു. പകലുകളിൽ നമസ്കരിച്ചു, രാത്രികളിൽ നമസ്കരിച്ചു, പാതിരാത്രികളിൽ നമസ്കരിച്ചു, കാലുകളിൽ നീതി കിട്ടുമാറ് നമസ്കരിച്ചു. ത്യാഗമല്ലേ? ത്യാഗമാണ്. ഒരുപാട് സംഗതികൾ പ്രവാചകന്റെ സ്വഹാബത്തിന്റെ ജീവിതം ഒന്ന് പഠിക്കണം. നമ്മുടെ സഹോദരിമാർ ഒരുപാട് സംഗതികൾ വായിക്കാറുണ്ട്. മലയാള ഭാഷയിലുള്ള സ്വഹാബികളുടെ ജീവിതം നിങ്ങൾ വായിക്കണേ. സ്വഹാബത്തിന്റെ ജീവിതം ഒന്ന് വായിക്കണം. സ്വഹാബ വനിതകളെ പഠിക്കണം. അവരൊക്കെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും എങ്ങനെയാണ് സന്തോഷത്തോടുകൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് പഠിക്കണം. നമ്മൾ അവരുടെ പിൻഗാമികളാണ്, അവരെ പിന്തുടർന്നുകൊണ്ട് ജീവിക്കുന്നവരാണ്. ഒരുപാട് മാതൃകകൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. സഹോദരങ്ങളെ, ഒരുപാട് സ്വഹാബത്തിന്റെ ജീവിത കഥകൾ, ജീവിതങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊന്ന് സമയം കിട്ടുമ്പോൾ വായിക്കണം. സ്വഹാബികളെ കുറിച്ചൊന്ന് പഠിക്കണം. അവർ പ്രവാചകന്റെ ശിഷ്യന്മാരാണ്. പ്രവാചകനിൽ ശരിക്കും ഇസ്ലാം പഠിച്ച ആളുകളാണ്. അവരെങ്ങനെ ജീവിതത്തെ നോക്കിക്കണ്ടു, അവരെങ്ങനെ വിജയിച്ചവരായി, അവരെങ്ങനെ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടു, അവരെ എങ്ങനെ പടച്ചതമ്പുരാൻ തൃപ്തിപ്പെട്ടു, എന്താണ് അവരുടെ നിലപാട് ദുനിയാവിൽ എന്ന് മനസ്സിലാക്കാൻ അവരുടെ ജീവിതങ്ങളിലൂടെ നമ്മൾ യാത്രയാകണം. കണ്ണുനീരോട് കൂടിയല്ലാതെ ഓരോ ആളുകളുടെയും ജീവിതങ്ങൾ വായിച്ചു തീർക്കാനും പഠിച്ചു തീർക്കാനും കഴിയില്ല. നെഞ്ചു പിടഞ്ഞുകൊണ്ടല്ലാതെ ആ സംഭവങ്ങളൊക്കെ വായിച്ചു പോകാൻ കഴിയില്ല. അത്രയും ത്യാഗത്തോടു കൂടിയാണ് ആ സ്വഹാബികൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. നോക്കൂ, ഉദാഹരണമായി മഹാനായ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു, നുമൈർ ഗോത്രത്തിൽ പിതാവ്, നുമൈർ ഗോത്രത്തിൽപ്പെട്ടയാൾ, തമീം ഗോത്രക്കാരിയായ മാതാവിന്റെ മകനായി അറബ് വംശത്തിൽപ്പെട്ട സുഹൈബ് റളിയല്ലാഹു അൻഹു. പക്ഷേ അറിയപ്പെട്ടത്, ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അറിയപ്പെട്ടത് റോമക്കാരനായ സുഹൈബ് എന്നായിരുന്നു. സുഹൈബ് റൂമി എന്നാണ് അറിയപ്പെട്ടത്. പക്ഷേ അദ്ദേഹം സത്യത്തിൽ റോമക്കാരനായിരുന്നില്ല. പക്ഷേ റോമയിലെ കച്ചവട ചന്തയിൽ വെച്ച് അദ്ദേഹം വിൽക്കപ്പെട്ടു. അങ്ങനെയാണ് അദ്ദേഹം സുഹൈബ് റൂമി എന്നറിയപ്പെട്ടത്. അദ്ദേഹം മക്കയിലെത്തി. അവിടെ അബ്ദുല്ലാഹ് ബിൻ ജുദാന്റെ കീഴിൽ അയാളുമായി കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് കച്ചവടത്തിൽ ഏർപ്പെട്ടു. ദരിദ്രനായ ഒന്നുമില്ലാത്ത സുഹൈബ് റളിയല്ലാഹു അൻഹു മക്കയിൽ വ്യാപാരിയായി ജീവിച്ചു. ഒരുപാട് സ്വത്ത് സമ്പാദിച്ചു. അദ്ദേഹം പ്രവാചകനെ കുറിച്ച് കേട്ടു. അതിരാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അദ്ദേഹം ചെന്നു. അമ്മാറിന്റെ കൂടെ, യാസിറിന്റെ കൂടെ, ഖബ്ബാബിന്റെ കൂടെ പാവങ്ങളായ സ്വഹാബത്ത് ആദ്യ കാലഘട്ടത്തിൽ അവരുടെ ഒപ്പം
സുഹൈബ് റളിയല്ലാഹു അൻഹുവും പ്രവാചകനുമായി സന്ധിച്ചു, ഇസ്ലാമിലേക്ക് വന്നു. സുഹൈബ് മുസ്ലിമായി ജീവിക്കുകയാണ്. ഹിജ്റ വരുന്നു മദീനയിലേക്ക്. അള്ളാഹുവിന്റെ പ്രവാചകന്റെയും അബൂബക്കർ സിദ്ദീഖിന്റെയും കൂടെ ഹിജ്റ പോകാൻ സുഹൈബിന് ആഗ്രഹമുണ്ട്. പക്ഷേ ഖുറൈശികൾ സമ്മതിച്ചില്ല. അദ്ദേഹം കാത്തിരുന്നു. നബിയും അബൂബക്കർ സിദ്ദീഖും മദീനയിലേക്ക് യാത്രയായി. അതിരാത്രിയിൽ ഒളിച്ചോടി പോകാൻ സുഹൈബ് തീരുമാനിക്കുന്നു. അത് ഖുറൈശികൾ മണത്തറിയുന്നു. അവർ തീരുമാനിച്ച് സുഹൈബിനെ അങ്ങനെ വിടാൻ പാടില്ല. മക്കയിൽ ദരിദ്രനായി വന്ന് വ്യാപാരിയായി ജീവിച്ച് ഒരുപാട് സമ്പത്തുക്കൾ വാരിക്കൂട്ടി സുഹൈബ് നമ്മുടെ നാട്ടിൽ നിന്നാണ്. അതുകൊണ്ട് സമ്പത്തും ശരീരവുമായി സുഹൈബിനെ രക്ഷപ്പെടാൻ അനുവദിക്കാൻ പാടില്ല. ചാരന്മാരെ ഏർപ്പെടുത്തി. ഒരു നിലക്കും പുറത്തു പോകാൻ കഴിയാത്ത അവസ്ഥ. തക്കം പാർത്തിരിക്കുന്നു സുഹൈബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് മനസ്സ് വല്ലാതെ വിങ്ങുന്നുണ്ട്. പ്രവാചകന്റെ കൂടെ സിദ്ദീഖ് അക്ബറിന്റെ കൂടെ എത്തിച്ചേരാൻ, മദീനയിലേക്ക് വിശ്വാസികളോടൊപ്പം ജീവിക്കുവാൻ വേണ്ടി മക്ക വിട്ടുപോകാൻ സുഹൈബിന്റെ ആഗ്രഹമുണ്ട്. എന്നുള്ള തണുപ്പുള്ള രാത്രിയിൽ സുഹൈബ് റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു, ഇത് തന്നെയാണ് തക്കം. അദ്ദേഹം ഒരു തന്ത്രം പ്രയോഗിക്കുന്നു. ഇടക്കിടക്ക് അദ്ദേഹം പ്രാഥമിക ആവശ്യത്തിന് വേണ്ടി പാതിരാത്രിയിൽ വീട് വിട്ട് പുറത്തേക്ക് പോകുന്നു. 1, 2, 3, 4 തവണ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പാറാവുകാരുടെ നിരീക്ഷകന്മാർ പറഞ്ഞു, ഇന്ന് ഏതാണ് സുഹൈബ് ഇന്ന് ഒളിച്ചോടി പോകൂലാണ്. വയറിന് വല്ലാത്ത സുഖമില്ലാത്ത ആളാണ്. ലാത്തയും ഉസ്സയും സുഹൈബിന്റെ വയറിന് പണി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് പോകില്ല, നമുക്ക് ഉറങ്ങാം എന്ന് വിചാരിച്ച് അവർ സുഖമായി ഉറങ്ങുന്നു. ഊക്കം വലിച്ചുറങ്ങുന്ന നിരീക്ഷകർക്കിടയിൽ നിന്ന് സുഹൈബ് റളിയല്ലാഹു അൻഹു പാതിരാത്രിയിൽ രക്ഷപ്പെടുന്നു. മദീന ലക്ഷ്യമാക്കി പോവുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ പാറാവുകാർ ഞെട്ടി ഉണർന്നു. അവർ നോക്കിയപ്പോൾ സുഹൈബിനെ കാണുന്നില്ല. അവർക്കറിയാം സുഹൈബ് മദീനയിലേക്കല്ലാതെ വേറെ എങ്ങോട്ടും പോയില്ല. ഉടൻ അവർ കുതിരപ്പുറത്ത് യാത്രയായി. കാൽനടയായി പോകുന്ന സുഹൈബ് റളിയല്ലാഹു അൻഹു ആ രംഗം കാണുന്നുണ്ട്. അവർ അടുത്തേക്ക് എത്തിയപ്പോൾ ഒരു ഉയർന്ന ഭാഗത്ത് സുഹൈബ് റളിയല്ലാഹു അൻഹു കയറി നിന്നുകൊണ്ട് വില്ലെടുത്തുകൊണ്ട് പറഞ്ഞു, കുട്ടനെ, ഏറ്റവും നല്ല വില്ലാളിവിയനാണ് ഞാൻ, നിങ്ങൾക്കറിയാമല്ലോ. വല്ലാഹി, എന്റെ അടുത്തേക്ക് നിങ്ങൾ വന്നാൽ എന്റെ ഓരോ അമ്പുകളും തീരും വരെ നിങ്ങളെ ഞാൻ കൊന്നെടുക്കും. അത് കഴിഞ്ഞാലും ഞാൻ നിങ്ങളുമായി യുദ്ധം ചെയ്യും. അപ്പോൾ ഒരാൾ പറഞ്ഞു, സുഹൈബ്, സമ്പത്തും ശരീരവുമായി പോകാൻ, രണ്ടും കൊണ്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. സമ്പത്ത് തന്നാൽ പോകാമോ? അതെ, പോകാം. എങ്കിൽ മക്കയിൽ എന്റെ വീട്ടിൽ ഇന്ന ഭാഗത്ത് ഞാനത് ഒളിച്ചു വെച്ച ആ സ്ഥലം പറഞ്ഞു കൊടുത്തു, ആ സമ്പത്ത് എടുത്തോളാൻ പറഞ്ഞു. സുഹൈബ് റളിയല്ലാഹു അൻഹു നടന്നുപോയി. അവർ തിരിച്ചുപോയി. ഖുബായിൽ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുഹൈബ് റളിയല്ലാഹു അൻഹുവിന്റെ വരവ് കാണുകയാണ്. നബി മദീനയിലേക്ക് എത്തിയിട്ടില്ല. പുഞ്ചിരിച്ചുകൊണ്ട് സുഹൈബ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ യഹ്യ, വിൽപ്പന ലാഭകരമാക്കി, വിൽപ്പന ലാഭകരമാക്കി, വിൽപ്പന ലാഭകരമാക്കി. സുഹൈബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് മുമ്പ് ഒരാളും ഇവിടെ എത്തിയിട്ടില്ല. ഞാൻ മാത്രമാണ് ഈ സമയത്ത് വരുന്നത്. ഈ വിവരം നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? അല്ലാഹുവിന്റെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാതെ നിങ്ങൾക്ക് ഈ വിവരം തന്നിട്ടില്ല എന്ന് സുഹൈബ് റളിയല്ലാഹു അൻഹു പറയുന്നു. ആ വിഷയത്തിലാണ്, സുഹൈബിന്റെ ആ വിഷയത്തിലാണ് ജനങ്ങളിൽ ചില ആളുകളുണ്ട് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി സ്വന്തം ദേഹത്തെ വിറ്റവർ എന്ന് പറഞ്ഞുകൊണ്ട് ആയത്ത് അവതീർണമായത് സുഹൈബ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലായി. നോക്കണം, പരലോകത്ത് സ്വർഗത്തിന് വേണ്ടി പണിയെടുത്ത സുഹൈബ് റളിയല്ലാഹു അൻഹുവിന് ദുനിയാവിലെ ഒന്നും തടസ്സമായില്ല. എത്ര സഹാബികൾ ഏകാന്തനായി പ്രവാചകനെ കണ്ട് മുസ്ലിമായ ഗഫാർ ഗോത്രത്തിന്റെ നേതാവ് അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹു റുബദയിൽ അവസാന സമയം നമ്മൾ കാണുന്നത് അബൂദറും ഭാര്യയും കൊച്ചുമോനും ഒറ്റക്കാണ്. മരണത്തോട് മല്ലിടുന്ന അബൂദറിനെ നോക്കി ഭാര്യ കരയുകയാണ്. ഒറ്റപ്പെട്ടൊരവസ്ഥയാണ്. ആ സമയത്ത് അബൂദറിന്റെ ചോദ്യം, എന്തിനാണ് കരയുന്നത്? ഞാൻ കരയുന്നത് മറ്റൊന്നും കൊണ്ടല്ല. അബൂദർ പറയുന്നു, ഭാര്യയോട് പറയുന്നു, മരണം അല്ലാഹു വിധിച്ചതല്ലേ, അവന്റെ തീരുമാനം നടക്കില്ലേ, എന്തിന് സങ്കടപ്പെടണം? അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറയുന്നു, അതല്ല സങ്കടം, നിങ്ങൾ മരിച്ചാൽ നിങ്ങളെ കബറടക്കാൻ ഒരു തുണി പോലും ഇല്ലല്ലോ എന്നൊരു വിഷയം ഓർത്തിട്ടാണ് എന്റെ സങ്കടം എന്നാണ്. ആ സമയത്ത് അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ പേടിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽപ്പെട്ട ഒരാൾ ഒറ്റക്ക് മരിക്കും, ഒറ്റയാനായി സഞ്ചരിക്കും, ഒറ്റക്ക് മരിക്കും, ഒറ്റക്കുയരത്തെ നേറ്റുവരും. വിശ്വാസികളെപ്പെട്ട സമൂഹം
ആ ജനാസക്ക് സാക്ഷിയാകും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് പറയുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മുഴുവൻ ആളുകളും, ഞാനല്ലാത്ത ബാക്കി എല്ലാവരും മരിച്ചുപോയി. ആളുകളുടെ മധ്യത്തിലാണ് എല്ലാവരും മരിച്ചത്. ഞാൻ മാത്രമാണ് ആ സദസ്സിൽ പങ്കെടുത്തതിന് ബാക്കിയുള്ളത്. അതുകൊണ്ട് നീ വിഷമിക്കണ്ട. ജനാസ നമസ്കരിക്കാൻ അത് ചെയ്യാൻ വേണ്ടി ആളുകൾ വരും, കാത്തിരിക്കൂ, വല്ലാഹി ഇത് സത്യമാണെന്ന് ഭാര്യയോട് പറയുന്നു. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു മരിക്കുന്നു. ആ ഭാര്യയും ആ കുട്ടിയും ആ മയ്യത്ത് വെച്ചുകൊണ്ട് കരയുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വഴിക്ക് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു സംഘവും കടന്നു വരുന്നു. ഒരു സ്ത്രീയും ഒരു കുട്ടിയും ഒരു മയ്യത്തും. അവർ ഓടിയെത്തി. നോക്കുമ്പോൾ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്താണ്. നമസ്കരിച്ചു, ഖബറടക്കി. അവർ പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, അബൂദർ നീ ഒറ്റക്ക് വന്നു, ഒറ്റക്ക് സഞ്ചരിക്കും, ഒറ്റക്ക് മരിക്കും, ഒറ്റക്ക് ഉയർന്നേൽക്കപ്പെടും. ഏത് സമയത്താണ്? തബൂക്ക് യുദ്ധവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പുറപ്പെട്ടു. അബൂദർ ഗിഫാരി കൂടെയുണ്ട്. അദ്ദേഹത്തിന്റെ വാഹനത്തിന് വല്ലാതെ പ്രയാസമുണ്ടായി, അത് മുന്നോട്ട് പോകുന്നില്ല. പ്രവാചകന്റെ സംഘവും മുന്നോട്ട് പോയി. അവരിടയ്ക്ക് വിശ്രമിക്കുവാൻ വേണ്ടി ഇരുന്നു. അബൂദറിനെ കാണാനില്ല. പ്രവാചകന്റെ കൂടെ എത്താൻ വേണ്ടി അദ്ദേഹം വല്ലാതെ പരിശ്രമിച്ചു. നടന്നു അവിടെ എത്തി. അബൂദറിനെ കണ്ടു പ്രവാചകൻ. നബി പറഞ്ഞത് അബൂദർ ആകട്ടെ. എന്നിട്ട് അബൂദർ നീ ഒറ്റയ്ക്ക് സഞ്ചരിക്കും, ഒറ്റയ്ക്ക് വരുന്നു, ഒറ്റയ്ക്ക് മരിക്കും, ഒറ്റയ്ക്ക് എഴുന്നേൽക്കപ്പെട്ടു. ഈ കാര്യം പറഞ്ഞതിന്റെ പുലർച്ചെയാണ്. നോക്കൂ, ആ സഹാബിയൊക്കെ ഒരു സമൂഹത്തിന്റെ നേതാവ് മരിക്കുമ്പോൾ ഈ അവസ്ഥയിലാണ്. ഒരുപാട് സഹാബികൾ അപ്പോൾ ദുനിയാവ് സമ്പാദിച്ചവരല്ല, ദുനിയാവിനൊക്കെ ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല. മറിച്ച് പരലോകത്ത് ലാഭമുണ്ടാകാൻ, വിജയമുണ്ടാക്കുവാൻ വേണ്ടി പണിയെടുത്തവർ. ആ ജീവിതത്തിൽ മാതൃകകളുണ്ട് സഹോദരങ്ങളെ. ഒരുപാട് പഠിക്കാനുണ്ട് ആ ജീവിതം. സ്വഹാബികളെ കുറിച്ചൊന്ന് വായിക്കണം, സ്വഹാബികളെ കുറിച്ചൊന്ന് പഠിക്കണം. ഒരുപാട് പുസ്തകങ്ങൾ സ്വഹാബികളുടെ വിഷയത്തിലുണ്ടല്ലോ. നമ്മുടെയൊക്കെ വീട്ടിലെ ലൈബ്രറികളിൽ ഒരു പുസ്തകം ഇരിക്കട്ടെ. നമ്മുടെ കുട്ടികൾ അതൊക്കെ ഒന്ന് വായിക്കട്ടെ. ജീവിതത്തിന്റെ തീഷ്ണമായ പരീക്ഷണങ്ങളിലൂടെ പ്രവാചകന്റെ ശിഷ്യഗണങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോയി. റളിയല്ലാഹു അൻഹും വറദു അൻഹു. പടച്ചവൻ അവരുടെ വിഷയത്തിൽ സംതൃപ്തനാണെന്നും അവർ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടുവെന്നും എങ്ങനെയാണ് പടച്ചവൻ പറഞ്ഞത്, ഏത് രൂപത്തിൽ അങ്ങനെ തൃപ്തി കരസ്ഥമാക്കാൻ കഴിഞ്ഞു എന്ന് നമ്മൾ പഠിക്കണം, വായിക്കണം സഹോദരങ്ങളെ, മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിലെ ജീവിതം അള്ളാഹു നൽകിയ ദാനമാണെന്നും അവന്റെ അനുഗ്രഹമാണെന്നും മനസ്സിലാക്കി ഇതൊരു സുവർണാവസരമാണ്. ഇവിടത്തെ എല്ലാം നമുക്ക് സ്വന്തമായി കിട്ടിയാലും നമുക്ക് സംതൃപ്തമല്ല, നമ്മളുടെ മനസ്സ് സന്തോഷിക്കുന്നില്ല. മറിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ, അവന്റെ സ്വർഗത്തിൽ ഒരു ചാട്ടമാറ് വെക്കാൻ കിട്ടുന്ന സ്ഥലമെങ്കിലും അത് കിട്ടിയാൽ സന്തോഷമാണ്. അതാണ് ദുനിയാവും അതിന്റെ സകലമാന വസ്തുക്കളും സ്വന്തമായി കിട്ടുന്നതിനേക്കാളും മെച്ചമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കിയ പ്രവാചകനാണ് അത് പറയുന്നത്. അത് മനസ്സിലാക്കിയ അള്ളാഹുവിന്റെ ദൂതർ നുണ പറയില്ല. അസ്സാദിഖുൽ മസ്ദൂഖാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുക നമ്മൾ. അതില്ലെങ്കിൽ ഒരുപാട് നഷ്ടമുണ്ടാകും, ഒരുപാട് പ്രയാസമുണ്ടാകും, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും. സ്വർഗം സ്വന്തമായി കിട്ടിയാലോ ഇവിടെ എല്ലാം അനുഭവിച്ച എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതൊന്നും നഷ്ടമല്ല, അതൊന്നും പ്രയാസങ്ങളല്ല, എല്ലാം സുഖങ്ങളും സൗകര്യങ്ങളുമാകും. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്തു ക്ലേശം സാരമില്ല നിന്നിലെ. ജനമൊക്കെയും തൃണവൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ട തിബിറു തന്ന പിന്നെയും. ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ നീ തന്നെ എക്കാലത്തിലും. മരണം നിനക്കില്ലാതതിൽ കഴിയുന്നതാ, മനസ്സെപ്പോഴും സന്തോഷമിൽ തിങ്ങുന്നതാ. സഹോദരങ്ങളെ, സ്വർഗത്തിൽ ഒരു മസ്കൻ, ഒരു ഭവനം സ്വന്തമായി കിട്ടിയാൽ പിന്നെ ഒന്നും വേണം. അതാണ് വിജയം, അവിടെയാണ് വിജയം. അത് കിട്ടാതെ പോയാൽ അവരാണ് നഷ്ടക്കാർ എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് നഷ്ടക്കാരുടെ കൂടെ ആകാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ആ സ്വർഗം കാശ് കൊടുത്തു വാങ്ങാൻ കഴിയില്ല. ആ സ്വർഗം സ്വാധീനത്തിൽ റെക്കമെൻഡിൽ സീറ്റ് വാങ്ങിയെടുക്കാൻ കഴിയില്ല. മണിയില്ല റബ്ബേ വാങ്ങുവാൻ ആ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്ക് നീ ഒരു പാസിതാമന്നാനെ, അതിന്റെ പക്കൽ മാത്രമാഹന്നാനെ. പടച്ചവന്റെ തൗഫീഖുണ്ടെങ്കിൽ ആ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയും. അതല്ലാതെ വേറെ വഴിയില്ല. അള്ളാഹുവിന്റെ തൃപ്തിയാണ് പ്രധാനം. തൃപ്തിപ്പെടാൻ നമ്മുടെ കർമ്മങ്ങളാണ് കാരണങ്ങൾ. അതുകൊണ്ട് കർമ്മങ്ങളിൽ ഏർപ്പെടുക, ഒരുപാട് ചെയ്തു കൂട്ടുക, സൽക്കർമ്മങ്ങളിലേക്ക് പരിശ്രമിക്കുക.
ത്യാഗപൂർണമായ മനസ്ഥിതിയോടുകൂടെ പടച്ചവന്റെ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുക. ഈ ജീവിതത്തിൽ അലങ്കാരങ്ങളും ഇവിടുത്തെ ചിരികളികളും തമാശകളും ഒന്നും നേടിത്തരില്ല. സഹോദരങ്ങളെ, റബ്ബിന്റെ കോടതി വരാതിരിക്കുന്നു, നമ്മൾ മുഖാമുഖം കാണാതിരിക്കുന്നു. ആ സമയത്ത് സ്വർഗം കിട്ടിയാൽ അത് ഏറ്റവും മെച്ചമാണ്. അതാണ് വിജയം, അവിടെയാണ് വിജയം, അവിടെയാണ് ലാഭം എന്ന് മനസ്സിലാക്കി ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കൂ, പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവിധ പാപങ്ങളും പടച്ചതമ്പുരാൻ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മയും നമ്മളുടെ കുടുംബാദികളെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ സ്വർഗത്തിൽ, അവന്റെ സ്വർഗത്തിൽ ഉന്നതമായ ഫിർദൗസിൽ പടച്ചതമ്പുരാൻ നമ്മയും നമ്മുടെ കുടുംബാദികളെയും പ്രവേശിപ്പിക്കുമാറാകട്ടെ. നരകാഗ്നിയിൽ നിന്ന് നമ്മയും നമ്മുടെ കുടുംബാദികളെയും അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ. നമ്മൾ സാമ്പത്തികമായി കഷ്ടപ്പെടുന്ന ആളുകൾ, ശാരീരികമായി പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, മാനസികമായി ബുദ്ധിമുട്ടുന്നവർ, രോഗം കൊണ്ട് വലയുന്നവർ, കടം കൊണ്ട് വിഷമിക്കുന്നവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾ, നമ്മെ സ്നേഹിക്കുന്നവർ, നാം സ്നേഹിക്കുന്നവർ, മുഴുവൻ ആളുകളുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി. വളരെ ചിന്തയെ തൊട്ടുണർത്തുന്ന ഒരു ക്ലാസ്സാണ് ഇവിടെ നിങ്ങൾ കേട്ടത്. അല്ലാഹു നാസമാനിക്കും കുടുംബത്തിനും തക്കതായ പ്രതിഫലം നൽകട്ടെ. അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാവരെയും ഒരുമിച്ച് വിടട്ടെ. ഇന്ന് ചോദ്യങ്ങൾ